ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ വർത്തമാനകാലത്ത് നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ബിദ്അത്തിന്റെ കക്ഷികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരാം വണ്ണം മനസ്സിലാക്കി നമ്മുടെ ഈമാനും നമ്മുടെ കുടുംബത്തിന്റെ ഈമാനും നാമുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരുടെയും ഈമാൻ രക്ഷപ്പെടുത്തിയെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ. ആ ഈമാൻ കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. അതിനേറ്റവും അനിവാര്യമായി നമുക്കുണ്ടാകേണ്ടത് യഥാർത്ഥ വിശ്വാസം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ അറിവുകളാണ്. പലരും പല രൂപത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ വിശ്വാസങ്ങളാണ്, ആചാരങ്ങളാണെന്ന് പറഞ്ഞ് പലതും പ്രചരിപ്പിക്കുന്നു, പറഞ്ഞു പരത്തും. വാർത്താമാധ്യമങ്ങളിലൂടെ പലതും ശ്രവിച്ച് ആളുകൾ യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിദ്ധരിച്ച് പല വഴികളിലേക്കും പോയിക്കൊണ്ടിരിക്കും. അതിൽ പ്രായവ്യത്യാസമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, പലരും ആവിധം വഴിതെറ്റിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മോട് ഊന്നിപ്പറഞ്ഞ ഈമാൻ, ആ ഈമാനിന് ഒരു വഴി മാത്രമാണുള്ളത്. ഈമാനിന്റെ യഥാർത്ഥ വഴി ഏതാണ്? അത് സ്വഹാബിമാർ പഠിപ്പിച്ചു തന്ന വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈമാൻ മരിക്കുന്ന സമയത്തും യാതൊരു കേടുപാടും പറ്റാതെ ബാക്കിയുണ്ടെങ്കിലേ ആഖിറത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടാവുകയുള്ളൂ. ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹൽമാ. ധാരാളം സുകൃതങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ, വഹുവ മുഅ്മിൻ, അതൊരു കണ്ടീഷനാണ്. യഥാർത്ഥ ഈമാനിലായിട്ടാണ് ആ സുകൃതങ്ങളൊക്കെ ചെയ്തതെങ്കിൽ ഫലാ യഖാഫു ദുൽമൻ വലാ ഹൽമാ, പാരത്രിക ലോകത്ത് ഒരു നന്മയും കുറഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ടതില്ല, ഒരു തിന്മയും തന്നെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പേടിക്കേണ്ടതില്ല. ഈമാനിലായിട്ടാകണം അതൊക്കെ ചെയ്തത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെര്യപ്പെടുത്തി, വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. പരലോകം ഉദ്ദേശിച്ച് ജീവിക്കുന്നവൻ പരലോകത്ത് വിജയിക്കണം, സ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ചു കൂടണം, നരകത്തിൽ പ്രവേശിക്കരുത്, ഖബർ ജീവിതം സന്തോഷകരമാകണം, മഹ്ശറിൽ എനിക്ക് വിജയിക്കണം, എല്ലാ തലങ്ങളിലും എനിക്ക് വിജയം ലഭിക്കണം എന്ന് ലക്ഷ്യം വെക്കുന്ന ഒരു മനുഷ്യൻ വസഅലഹാ സഅയഹാ,
പരലോകത്തിന് വേണ്ട പ്രവർത്തനം അതേ രൂപത്തിൽ അവൻ ചെയ്യുന്നു. അവന്റെ എല്ലാ കർമ്മങ്ങളും പരലോകത്തിന് വേണ്ടിയുള്ളതാണ്. അഥവാ അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ ഖുർആനോത്തും അവന്റെ ദാനധർമ്മങ്ങളും എണ്ണിയാൽ ഒതുങ്ങാത്ത വിധമുള്ള സുകൃതങ്ങൾ മുഴുവനും പരലോകത്തിന് വേണ്ടി അധ്വാനിക്കും പോലെ അധ്വാനിക്കുകയും ചെയ്തു. വഹുവ മുഅ്മിൻ, അവിടെയും നിബന്ധന വെച്ചു, ഈമാനിലായ നിലക്കാണോ അവന്റെ അധ്വാനം. എന്നാൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനം നന്ദി അർഹിക്കപ്പെടുന്നതാണ്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്നതാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ മരിക്കുമ്പോ ഈമാനില്ല. മരിക്കുമ്പോ ആ മനുഷ്യനിൽ ഉള്ളത് കുഫ്റാണ്, അല്ലെങ്കിലോ നിഫാഖാണ്, അല്ലെങ്കിലോ ഫിസ്ഖാണ്. അവൻ കുടുങ്ങിയത് തന്നെയാണ്, അവൻ കുടുങ്ങിയത് തന്നെയാണ്. അവന്റെ ആഖിറം പരാജയമാണ്. നല്ല പ്രവർത്തനങ്ങളൊക്കെ ചില ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ കാണും, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അവരെ പ്രവർത്തനങ്ങളെ പറ്റിയല്ല, ഈമാനിനെ പറ്റിയാണ്. ചിലര് നല്ല നിസ്കാരമായിരിക്കും, നമ്മൾ കണ്ടാ ചിലപ്പൊക്കെ വിചാരിക്കും അവരെ പോലെ നമ്മളെ ആളുകളൊന്നും നിസ്കരിക്കൂല, അവരെ പോലെ നമ്മളെ ആളുകളൊന്നും കൃത്യമായിട്ട് ജമാഅത്തിന് തന്നെ എത്തൂല, അവരെ പോലെ നമ്മളെ ആളുകളൊന്നും സുന്നത്ത് നിസ്കരിക്കൂല. പക്ഷെ അവന്റെ വിശ്വാസം വികലമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം യാഥാർത്ഥ്യമല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ യഥാർത്ഥ വിശ്വാസമില്ല. അമ്പിയാക്കളിലും മലക്കുകളിലും ഒന്നും യഥാർത്ഥ വിശ്വാസമില്ല. എല്ലാ തലങ്ങളിലും വൈകല്യമുണ്ട്. അവന്റെ അധ്വാനം വെറുതെയാണ്, അവന്റെ അധ്വാനം വെറുതെയാണ്. ഞാനിതൊരു വെറുതെ തമാശക്ക് പറയുകയല്ല. ഉമ്മമാര് വളരെ കാര്യബോധത്തോടെ ചിന്തിക്കണം. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഈമാൻ തെറ്റിയ ഒരു അംഗം ഉണ്ടാകരുത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതാണ് പ്രശ്നം. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, നല്ല നിലക്ക് ജീവിച്ചിരുന്ന കുടുംബം, ആ കുടുംബത്തിലേക്കൊരു പുതിയ ആപ്പിള കയറി വന്നു. പുതുമാരൻ നല്ല സമ്പന്നനാണ്, പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. നിസ്കാരമൊക്കെ കൃത്യമാണ് ഉസ്താദേ, നോമ്പൊക്കെ റെഡിയാണ്, ദാനധർമ്മം ചെയ്യാനും ഒരുക്കമാണ്, വിശ്വാസം വികലമാണ്. നഊദു ബില്ലാഹ്, അതിനേക്കാൾ വലിയ രോഗം വേറെയൊന്നില്ല. വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ച ഒരു മെമ്പർ വന്നോ, ഘട്ടം ഘട്ടമായി അവന്റെ രോഗം മറ്റുള്ളവരിലേക്ക് ഗ്രസിക്കുന്നതിന്റെ മുമ്പ്, പടർന്നു പിടിക്കുന്നതിന്റെ മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിലോ ഘട്ടം ഘട്ടമായി ഓരോ കണ്ണിയായി കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനും ഘട്ടം ഘട്ടമായി അവന്റെ വിദേഹത്തിലേക്ക് പോകും. വിദേഹത്തിലേക്ക് പോയി പിന്നത് കട്ടിയായി നിഫാഖായി മാറും. ബിദഅത്ത് കട്ടിയായി നിഫാഖായി മാറിയാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കുഫറായി പോകും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ബിദഅത്ത് തന്നെ രണ്ടൈറ്റം ബിദഅത്തുണ്ട്. ജമ്മുൽ ജവാമി ഓതിയ മുതഅല്ലിമുകൾ അടക്കമുള്ളവർക്കറിയില്ലേ, കാഫിറാകുന്ന തരത്തിലുള്ള ബിദഅത്തുണ്ട്, അല്ലാത്ത ബിദഅത്തുണ്ട്. രണ്ടും പ്രശ്നം തന്നെയാണ്. കാഫിറാകുന്ന തരത്തിലുള്ള ബിദഅത്തല്ലെങ്കിലും അന്ത്യം മോശമാകും. ആ ബിദഅത്തും പേടിക്കേണ്ടത് തന്നെയാണ്. സഹോദരങ്ങളെ, ബിദഅത്തിന്റെ ചുവയുള്ള ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിലേക്ക് കയറിക്കൂടി. ഘട്ടം ഘട്ടമായി ആ കുടുംബത്തിലെ മൗലിദ് നിർത്തി, സ്വലാത്ത് നിർത്തി, ബദർ ബൈത്ത് നിർത്തി, അസ്മാഉൽ ബദർ നിർത്തി, തബാറക ഓതുന്നത് നിർത്തി, ഇദാ വഖഅത്ത് ഓതുന്നത് നിർത്തി, ഹദ്ദാദ് ചൊല്ലുന്നത് നിർത്തി. പരിഷ്കാരങ്ങൾ മാത്രം ആ കുടുംബത്തിന്റെ ഓരോ കണ്ണികളിലും അയാള് താല്പര്യപ്പെടുത്തി. പരിഷ്കാരങ്ങളിൽ ആ കുടുംബത്തെ അയാള് മുഴുവനും കൊണ്ടുപോയി ഇരുത്തി. ആ കുടുംബത്തിൽ ഒരുപാട് കാലം ഹദ്ദാദ് ചൊല്ലിയിരുന്ന ഉമ്മ ഈ ഒരു പുതിയ മെമ്പർ വന്നതോടെ അവന്റെ ജൽപ്പനങ്ങൾക്ക് കീഴിൽ പെട്ടുപോയിട്ട് ഹദ്ദാദ് റാത്തീബ് ഒഴിവാക്കി. സുബ്ഹാന മൻ ജല്ല ജലാലുഹു.
എത്ര പരിശുദ്ധമായ ദിക്റുകളാണ് ഹദ്ദാദ് റാത്തീബിലുള്ളത്. ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകളൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. വലിയ വലിയ പരിശുദ്ധമാർന്ന ദിക്റുകളല്ലേ അതിലുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്താണ് അയാളത് ഒഴിവാക്കാൻ പറയാൻ കാരണം? കുറെ കാലമായില്ലേ നിങ്ങളിത് ചൊല്ലുന്നത്, എന്നിട്ട് എന്താ നിങ്ങൾക്ക് നേട്ടം കിട്ടിയത്? ചോദിക്കുന്നു, ഉമ്മ നിങ്ങളെ അസുഖത്തിന് വല്ല മാറ്റമുണ്ടോ? നിങ്ങളെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? വല്ല പ്രശ്നങ്ങൾക്ക് വല്ല മാറ്റമുണ്ടോ? ഇവിടെ കുടുംബത്തിൽ എത്ര ആളുകൾക്ക് രോഗം വന്നത് മാറിയോ എന്ന സംശയങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് നിർത്തലാക്കുന്നു. അപ്പോഴാണ് ആ കുടുംബത്തിൽ ഒരാൾ മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ഒരു 70,000 തഹ്ലീല് ചൊല്ലുന്ന നല്ലൊരു സമ്പ്രദായം പഴയകാലം മുതൽക്ക് പണ്ഡിതന്മാര് ചെയ്തു പോരുന്നുണ്ട്. ദീനീ രംഗത്തത് സ്ഥിരപ്പെട്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം അവിടുത്തെ തുഹ്ഫയിൽ 70,000 തഹ്ലീല് ചൊല്ലുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒരുപാട് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അത് മുജറബായി പരിശോധിച്ച് തെളിഞ്ഞ വിഷയവും ആണ്. ആ 70,000 തഹ്ലീല് ചൊല്ലാനിരിക്കുമ്പോ പരിഷ്കാരിയായ ഈ മനുഷ്യൻ ആ കുടുംബത്തിലെ മുതിർന്ന അംഗത്തോട് പറയുന്നു, ഏറ്റവും നല്ലത് ഖുർആനോത്തല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഖുർആനോത്തിനേക്കാളും വലുത് വേറെന്തെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാവർക്കും കൂടിയിട്ട് കുറച്ച് ഖുർആൻ അങ്ങ് ഓതിയാൽ അതല്ലേ നല്ലത്. കേട്ടാ കരുതും മയ്യത്തിന് തോനക്കൂലി കിട്ടാനാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന്. അല്ല സഹോദരങ്ങളെ, തഹ്ലീല് ചൊല്ലുന്ന സമ്പ്രദായം നിർത്തലാക്കലാണ് അയാളെ ലക്ഷ്യം. അതിനാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. ഖുർആൻ ഓതലല്ലേ നല്ലത്. നമ്മളങ്ങ് ഖുർആൻ ഓതിയാലും മയ്യത്തിന് നല്ല റാഹത്ത് കിട്ടൂലേ. ഖുർആൻ ഓത്ത് മയ്യത്തിലേക്ക് എത്തും, ശരിയാണ്. പക്ഷേ ഇവന്റെ ലക്ഷ്യം തഹ്ലീല് നിൽക്കണം, മൗലിദ് നിൽക്കണം. അതെല്ലാം നിർത്തിയിട്ട് ആ സ്ഥാനത്ത് ഇപ്പൊ ഖുർആനോത്ത്. കുറച്ചുകൂടി കഴിയുമ്പോ ഖുർആനോത്തും നിർത്തും. ഒറ്റയടിക്കവൻ നിർത്തൂല, ഘട്ടം ഘട്ടമായിട്ടേ നിർത്തൂ. ഇത്തരത്തിൽ രോഗമുള്ള പുതിയാപ്പളമാര് പല സ്ഥലങ്ങളിലും കയറിക്കൂടി വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം കാണാം. ആ സ്ഥലത്ത് നല്ല നിലക്ക് സുന്നിയായ ആശയങ്ങളോടുകൂടി ജീവിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് കയറി വന്ന പുതിയാപ്പിള, ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച പുതിയാപ്പിള, ആ പുതിയാപ്പിളക്ക് ആ വീട്ടിൽ കാര്യമായി പറ്റാത്തൊരു വിഷയം ഒന്നേ ഉള്ളൂ. എന്താണ് പറ്റാത്തത്? ആ വീട്ടുകാരെ ഹദ്ദാദ് ചൊല്ലുന്നത് അയാൾക്ക് സഹിക്കൂല. ഹദ്ദാദിന് അയാൾ ഭയങ്കര എതിരാണ്. എന്താണ് എതിർക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോ, ഹദ്ദാദിൽ കുറെ മരിച്ചുപോയ ആളുകളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നുണ്ട്. അതൊക്കെ വെറുതെ ഒരു പണി ചെയ്യാൻ അതുകൊണ്ടൊരു കാര്യമില്ല. എത്ര കാലമായി ജനങ്ങൾ ചെയ്യുന്ന വിഷയമല്ലേ എന്ന് ചോദിക്കുമ്പോ, ആളുകൾ അങ്ങനെ പലതും പലതും നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാള് ചോദിക്കുന്നു, ഹദ്ദാദ് നബി തങ്ങളെ കാലത്തുണ്ടോ? ഇയാളെ ചോദ്യമാണ്. സ്വഹാബിമാര് ചൊല്ലിയിട്ടുണ്ടോ? താബിയുകൾ ചൊല്ലിയിട്ടുണ്ടോ? ഈ സംശയങ്ങളൊക്കെ ഉന്നയിച്ച് ആ വീട്ടുകാരിൽ നിന്ന് ഹദ്ദാദ് നിർത്തലാക്കാൻ പദ്ധതിയിടുന്നു. പക്ഷേ ഈമാനുള്ള ഒരു വല്യുമ്മ, ആ വീട്ടിലുള്ള വല്യുമ്മ പറഞ്ഞു, ഹദ്ദാദ് റാത്തീബിനെ നീ എതിർത്തുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കണ്ട. ഹദ്ദാദ് റാത്തീബിനെ എതിർത്തിട്ട് നീ ഈ കുടുംബത്തിലൊരു അംഗമായി കൂടണ്ട. നിനക്ക് ഇവിടെ നിന്നൊരു കല്യാണം കഴിച്ചു തന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ ചെയ്ത തെറ്റ്. എന്റെ കുട്ടി ഹദ്ദാദ് ചൊല്ലുമ്പോ ആ കുട്ടിയോടുകൂടെ നിനക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, നിനക്ക് 2 or 3 മക്കൾ ജനിച്ചിട്ടുണ്ട്, ശരിയാണ്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ പെൺകുട്ടിയെ ഇവിടെയാക്കിയിട്ട് നിന്റെ വഴിക്ക് നീ പോകണം. ഇവിടെയുള്ള ഒറ്റാളെയും ഹദ്ദാദ് നീ നിർത്തലാക്കരുത്. അത് ആഖിറത്തിലേക്ക് വേണ്ടി ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളാണ്. ഹദ്ദാദിലുള്ള ദിക്റുകളൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ദിക്റുകളാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ദിക്റുകൾ അതിൽ ചൊല്ലും.
ചൊല്ലുന്നുണ്ട്. ഫാത്തിഹ ഓതുന്നത് മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നത് ഒരിക്കലും തെറ്റല്ല. മഹാന്മാര് ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഖബറിന്റെ സമീപം ഓതാറുണ്ട്, അല്ലാതെയും ഓതാറുണ്ട്. ഓതിയിട്ടവരെ ഹദ്റത്തിലേക്ക് അതെത്താൻ വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ആ വല്യമ്മയുടെ ഇടപെടൽ കാരണം ആ ചെറുപ്പക്കാരൻ സംഗതി നടക്കാതെ തോറ്റുപോയി. അതേ സമയത്ത് എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ബിദ്അത്തിന്റെ കറ അപ്പുറത്തുണ്ടോ? കോടീശ്വരനാണെങ്കിലും നിങ്ങളെ മകൾക്ക് അയാളെ തെരഞ്ഞെടുത്തുകൂടാ. ഒന്നാമതായിട്ട് സുന്നിയത്തായ മകൾക്ക്, സുന്നിയത്തായ പെണ്ണിന് ബിദ്അത്തുകാരൻ കുഫു വെക്കൂല. അപ്പൊ പറയണെന്താന്നറിയ നിങ്ങള്, നമ്മളെ നാട്ടുകാരുടെ ഭാഷ എന്താന്നറിയ, അത് ഓനെ നമ്മളെ കുടുംബത്തിലേക്ക് ഒരു പുതിയാപ്പിളാക്കി ചേർക്കല്ലേ, അത് നമുക്ക് അങ്ങോട്ട് ശരിയാക്കാം. എന്ത് ശരിയാക്കാനുള്ള ഒരു മെഷീൻ ഉണ്ട് അവിടെ. എങ്ങനെ ശരിയാക്കാന്നാ പറയുന്നത്? എന്താണ് അയാൾക്ക് ഒരു മൂളിക്കൊടുക്കാനുള്ള കാരണം? നല്ല മഞ്ഞ ഉണ്ട് അയാളെ കയ്യിൽ, ദുനിയാവ് മഞ്ഞ പണം മോഹിച്ചിട്ട് വിദേഹത്തുകാരന് അംഗത്വം കൊടുക്കരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, കുടുംബം കുളം തോണ്ടിപ്പോകും. വിശ്വാസ രംഗത്ത് നിന്ന് ഘട്ടം ഘട്ടമായി ഓരോരുത്തരെയും പിടിച്ചിറക്കും. നിങ്ങൾ ഗൾഫിലേക്ക് മക്കളെ പറഞ്ഞയക്കുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം. എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് വരട്ടെ എന്നൊരു ബാപ്പയും ഒരുമ്മയും തീരുമാനിക്കരുത്. ആരെ കീഴിലാണ് ജോലി എടുക്കുന്നത് എന്ന് ശരിക്കും അന്വേഷിച്ച് ഉറപ്പിക്കണം. ഏതെങ്കിലും നമ്മളെ നാട്ടുകാരനായ മുതലാളിയായ ഒരു വിദേഹത്തുകാരന്റെ കീഴിലാണോ? 2 വർഷം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയാൽ മുറുമുറുപ്പ്. ലീവ് കിട്ടിയത് സഫർ മാസം ഒടുവിലാണ്. റബീഉൽ അവ്വലിന് വീട്ടിൽ മൗലൂദ് ഓതുമ്പോ ആദ്യം തുടങ്ങി. നീ തുടങ്ങി കൊറേ കൈതരാഗം. അവന്റെ ഭാഷയിലാണ് കൈതരാഗം. മൗലിദിനെ പറ്റിയാണ് അവൻ ഈ പറയുന്നത്. എപ്പോഴാ അവന് മൗലിദ് ദഹിക്കാതെയായത്? അവൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോ അതിന്റെ തലേ ദിവസം ഉസ്താദുമാരൊക്കെ കൂടി ബദ്ർ ബൈത്താ ചൊല്ലിയത്, ദുആ ചെയ്തിട്ട് റാഹത്തോടെ ഇറക്കിയത്. തിരിച്ചു വന്നപ്പോഴേക്ക് ഇതെന്താ കുഴപ്പമുണ്ടായത്? അവന് കാശ് കൊടുത്ത മുതലാളി ഇതിന്റെ ഏറ്റവും വലിയ എതിർപ്പുള്ള ആളാണ്. അയാള് കൊടുത്ത ഇഞ്ചക്ഷനാണ് ഇവന്റെ ശരീരത്തിൽ ഫലിച്ചിരിക്കുന്നത്. ആ മരുന്നാണ് ഇവിടെ വീട്ടിൽ വന്ന് ചെലവഴിക്കുന്നത്. ഇവിടെ മൗലിദ് ഓതാൻ പറ്റൂല എന്ന് അവൻ പറയാൻ എന്താ അധികാരം? ആ വീട് പുനർനിർമ്മിക്കുമ്പോ ഒരു 10-20 ലക്ഷം അവന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ അവന്റെ വീടായിട്ട് കൂട്ടുന്നൊരു വീടാണ്. ആ അധികാരം വെച്ച് അവന്റെ പണത്തിന്റെ ഹുങ്ക് വെച്ച് അവൻ പറയുന്നു മൗലിദ് ഓതാൻ പറ്റൂല. എന്നിട്ട് അവന്റെ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഈ മൗലിദ് ഓതും പോലെ സ്വഹാബിമാര് മൗലിദ് ഓതിയിട്ടുണ്ട്, താബികൾ മൗലിദ് ഓതിയിട്ടുണ്ട്, തബൂ താബികൾ മൗലിദ് ഓതിയിട്ടുണ്ട്. ഈ പാവം പുരയുള്ള ആൾക്കാരെന്താ ചെയ്യാ? ഇവന്റെ സംശയത്തിന്റെ മുന്നിൽ അവരിങ്ങനെ നിൽക്കും. ഇതിനാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഈമാൻ ഉറപ്പിക്കുന്നതിന് ശരിയായ ഇൽമ് നമ്മൾ സ്വീകരിക്കണം. നാം നിർവഹിക്കുന്ന, നാം കൊണ്ടു നടക്കുന്ന ആശയധാര മുഴുവനും 100% സത്യമാണെന്ന് നമ്മുടെ കൽബിൽ ഉറപ്പിക്കുന്ന ഇൽമ് നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കണം. ഒരു സംശയത്തിനും വകുപ്പ് കൊടുക്കാത്ത രീതിയിൽ ഉറപ്പിക്കണം. മൗലിദോ അത് പണ്ടക്കും പണ്ടേ സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ്. രൂപഭാവങ്ങളിൽ മാറ്റേണ്ടതേ ഉള്ളൂ, അതെല്ലാത്തിലും ഇല്ലേ. പള്ളിന്റെ രൂപം മാറിയിട്ടില്ലേ? പണ്ട് വാർപ്പിന്റെ മദ്രസ ഉണ്ടോ നേരത്തെ? എന്തിനാണത്? ഇൽമു പഠിപ്പിക്കാനാണ്. അതുകൊണ്ടൊരു കുഴപ്പമില്ല. നിസ്കരിക്കാനാണ് സൗകര്യപ്രദമായിട്ട്. ഓലമേഞ്ഞ പള്ളി പോരായിരുന്നില്ലേ? ഓലമേഞ്ഞ പള്ളിയല്ലേ നിങ്ങളെ കാലത്തുള്ളത്? പള്ളി അതും പള്ളിയാണ്, ഇതും പള്ളിയാണ്. പള്ളി എന്ന അർത്ഥത്തിൽ ഒരു മാറ്റമില്ല. മൗലിദ് നമ്മൾ ഓതുന്നതും മൗലിദാണ്, മദ്ഹാണ്. രൂപഭാവങ്ങളിലുള്ള ചില്ലറ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ.
എന്താണ് ചില്ലറ മാറ്റം? ചിലപ്പം കസേരയിൽ ഇരുന്ന് ഓതുന്നുണ്ടാകും, അന്ന് കസേരയിൽ ഇരുന്നിട്ടുണ്ടാകൂല. പന്തല് കെട്ടിയിട്ടുണ്ടാകും, അന്ന് പന്തല് കെട്ടിയിട്ടുണ്ടാകൂല. സ്റ്റേജ് കെട്ടിയിട്ട്, സ്റ്റേജ് അന്നുണ്ട്, കൂട്ടം കൂട്ടമായിരുന്നിട്ട് ഓതിയിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില്ലറ മാറ്റങ്ങളേ ഉള്ളൂ, സ്വാഭാവികമായിട്ടുള്ള മാറ്റാണ്, അടിസ്ഥാനപരമായൊരു മാറ്റമില്ല. ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കണം, നിർബന്ധപൂർവമായി മനസ്സിലാക്കണം. ബിദ്അത്തിന്റെ ചെറിയ ഒരു ലാഞ്ചന പോലും, ഒരു ബിദ്അത്തുകാരന് ഒരു ചെറിയ പെർമിഷൻ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് നവറല്ലാഹു മർഖദഹു, അവരെ മർത്തിയത്ത് ഇങ്ങനെ ഞാൻ വായിച്ചു നോക്കിയപ്പോ ഉസ്താദ് അവർക്ക് ഏറ്റവും വലിയ എതിർപ്പ് ബിദ്അത്തിനോടായിരുന്നു. അത് ഉലമായിലൊക്കെ കാണാം, നമുക്ക് കഴിഞ്ഞുപോയ ഉലമായിലൊക്കെ ഉണ്ടത് ആ ശൈലി. ഉഖ്റവിയായ എല്ലാ ഉലമായിലും ഉണ്ട്, അത് എണ്ണിയാ തീരൂല. വലിയ ആലിമല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഏറ്റവും വലിയ എതിർപ്പ് ആരോടായിരുന്നു? ആരോടാ സഹോദരങ്ങളെ? അവർക്ക് എതിർപ്പ് ബിദ്അത്തുകാരോടാണ്. ഉന്നത്തു ത്വാലിബീൻ എന്നൊരു കിതാബില്ലേ, അവിടുത്തെ കിതാബ്, അതിൽ മഹാനവറുകൾ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, ബിദ്അത്തുകാരൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കരുത്, അവൻ മരിച്ചാൽ അവന്റെ ജനാസക്ക് പിന്തുടരരുത്, അവൻ സലാം പറഞ്ഞാൽ സലാം മടക്കരുത്, അവനോട് നിങ്ങൾ സലാം കൊടുക്കരുത്, സലാം അവനോട് പറയരുത്. എത്ര കൃത്യമായിട്ടാണ് മഹാനവറുകൾ അത് പറഞ്ഞത്! ബിദ്അത്തുകാരോട് അന്ന് തന്നെ മഹാനവറുകൾ സമരം ചെയ്തിട്ടില്ലേ? ഉണ്ട്. ബിദ്അത്തുകാർക്ക് എതിരെ അന്ന് മഹാനവറുകൾ കിതാബ് വരെ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്തുമുണ്ട് പിഴച്ച പ്രസ്ഥാനങ്ങൾ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 11 ത്വരീഖത്തുണ്ട്. ആ 11 ത്വരീഖത്തിൽ 10 പിഴച്ചതാണ്, ഒന്നേ ഹക്കായ മാർഗത്തിലുള്ളൂ. അതെന്തൊക്കെയാണ് അവരുടെ ഓരോരുത്തരുടെയും പിഴവ്? അത് ശരിയല്ല എന്ന് ഗണ്ണിച്ചുകൊണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതി. ആ കിതാബിന്റെ പേരാണ് സിർറുൽ അസ്റാർ എന്ന്. വളരെ കൃത്യമായി ഓരോരുത്തരുടെയും പ്രചണ്ഡമായ വാദങ്ങൾ വിശദീകരിച്ചു, അതിന് അക്കമിട്ട് മറുപടി പറഞ്ഞു, ഹക്കായ മാർഗം ഏതാണെന്ന് ശരിക്ക് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അതൊരു ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ മഹാനവറുകൾ അതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ ഒരു പണ്ഡിതനായിരുന്നു അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു. ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു എന്ന പേരിൽ മഹാനവറുകൾ അറിയപ്പെടാറുണ്ട്. അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു ചെറിയ ആശങ്ക വന്നു. എന്താണ് ആശങ്ക? ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളിൽ പലരും മുന്നോട്ട് വന്ന് ജനങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവരും ആയത്തോതുന്നു, എല്ലാവരും ഹദീസ് ഓതുന്നു, എല്ലാവരും ഇജ്മാഇന്റെ തെളിവ് പറയുന്നു, എല്ലാവരും ഖിയാസിന്റെ തെളിവ് പറയുന്നു. ഇന്നും ആളുകൾ ചിന്തിക്കൂലേ, അവരും ഓതുന്നു ആയത്ത്, അവരും ഓതുന്നു ഹദീസ്, അവരും പറയുന്നു ഇജ്മാഅ്, അവരും പറയുന്നു ഖിയാസ്. ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു സംശയം, ഏത് മാർഗമാണ് ഞാൻ അവലംബിക്കേണ്ടത്? എല്ലാവരും ഇങ്ങനെ ആയത്തും ഹദീസും ഓതുമ്പോ ഏത് മാർഗമാണ് ഞാൻ അവലംബിക്കേണ്ടത്? വലിയൊരു പണ്ഡിതന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സന്ദേഹം വന്നപ്പോ ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് മഹാനവറുകളോട് കുറെ ആളുകൾ പറഞ്ഞു, ബഗ്ദാദിൽ ഒരു മഹാമനുഷ്യനുണ്ട്, ബഗ്ദാദിൽ ഒരു മനുഷ്യനുണ്ട്, മനസ്സ് നോക്കിയിട്ട് ചികിത്സിക്കുന്ന, മനസ്സ് നോക്കിയിട്ട് കാര്യം പറഞ്ഞ് ശരിയാക്കി തറയുന്നൊരു മനുഷ്യൻ. റജുലുൻ യഖ്തുറു റജുലുൻ യതകല്ലമു ബിൽ ഖവാതിർ, മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പറയാതെ തന്നെ മനസ്സ് നോക്കി പറയുന്നൊരു മനുഷ്യൻ ബഗ്ദാദിലുണ്ട്. നിങ്ങൾ അവിടേക്ക് പോയാൽ നിങ്ങളുടെ സംശയം തീരും, ശരിയായ മറുപടി കിട്ടും. ഇബ്നുൽ ഇമാദ് റഹ്മഹുല്ലാ ചിന്തിച്ചു, അതൊരു ശരിയാണല്ലോ, എന്റെ മനസ്സിൽ ഉദിച്ചിരിക്കുന്ന സംശയം പറയാതെ ആ രോഗത്തിന് എനിക്ക് ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ പിന്നെ എന്റെ രോഗം മാറിയാൽ എനിക്ക് നല്ല നിലക്ക് ജീവിക്കാമല്ലോ. ഇബ്നുൽ ഇമാദ്
ലിമാദ് റഹ്മത്തുള്ളാഹി നേരെ നീങ്ങി ബഗ്ദാദിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ് വലിയൊരു വഅദ് നടക്കുകയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആഴ്ചയിൽ 3 ദിവസമാണ് വഅദ് പറഞ്ഞിരുന്നത്. വഅദ് കേൾക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരുമിച്ച് കൂടുന്നത് 10,000 ഏറെ കൂടിയാൽ 60,000 70,000 ആളുണ്ടാകും. ഒരു സുമാർ കണക്ക് പറഞ്ഞതല്ല, ശരിയായ കണക്കാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ മുന്നിലല്ല വഅദ്. പിന്നെയോ ഒരു ഉപകരണങ്ങളും ഇല്ലാതെ അത്രയും അധികം ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തില്, സുന്ദരമായ ശബ്ദത്തിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വഅദ് പറയുന്നു. അത്തരത്തിൽ വഅദ് പറയാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഉമിനീരില്ലേ, ആ ഉമിനീരിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയും ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വഅദ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു. അത്തരത്തിൽ വഅദ് നടക്കുന്ന ഒരു സദസ്സിലേക്കാണ് മനസ്സിൽ സംശയത്തിന്റെ വലിയൊരു കട്ടയുമായി ഇബ്നുൽ ലിമാദ് റഹ്മഹുല്ലാഹ് കടന്നു ചെല്ലുന്നത്. എന്താണ് മനസ്സിലുള്ള സംശയം? എല്ലാരും ആയത്ത് ഓതുന്നു, എല്ലാരും ഹദീസ് ഓതുന്നു, എല്ലാരും പറയുന്നു ഞങ്ങളാണ് സത്യ പാർട്ടി, ഞങ്ങളാണ് സത്യത്തിന്റെ വക്താക്കൾ, ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന ആശങ്കക്ക് പരിഹാരം കിട്ടണമല്ലോ. സദസ്സിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് മഹാനവർകൾ ഒരു ഭാഗത്ത് ഇടം പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയില് മഹാനവർകൾ ശൈലിയൊന്ന് മാറ്റി. പ്രസംഗത്തിന്റെ ഇടയില് മേറ്റർ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് മഹാനവർകൾ പറഞ്ഞു, ഇത്തിഖാദുസ് സലഫിസ് സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഇബ്നുൽ ലിമാദ് റഹ്മത്തുള്ളാഹി പടച്ചോനെ, ഞാൻ ഉദ്ദേശിച്ചു വന്ന വിഷയത്തിനുള്ള മറുപടിയാണല്ലോ, ഞാൻ ഉദ്ദേശിച്ചു വന്ന വിഷയം അതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേക്ക് മഹാനവർകൾ പറഞ്ഞത് ഇതാണല്ലോ, ഇത്തിഖാദുന, നമ്മുടെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം ഇത്തിഖാദുസ് സലഫിസ് സ്വാലിഹീൻ, പൂർവിക മഹത്തുക്കളുടെ വിശ്വാസമാണ്. ആരാണ് പൂർവിക മഹത്തുക്കൾ? മിനസ് സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബത്ത് താബിയുകൾ അടങ്ങിയ പൂർവികരായ മഹത്തുക്കളുടെ ഇത്തിഖാദ്, അതാണ് സ്വീകരിക്കേണ്ടത്. ഇബ്നുൽ ലിമാദ് റഹ്മത്തുള്ളാഹിക്ക് കിട്ടേണ്ട മറുപടിയാണ്. പക്ഷേ മഹാനവർകൾ ചിന്തിച്ചു, അത് പ്രസംഗത്തിനിടക്ക് പ്രഭാഷകൻ ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങളിലേക്ക് കടന്ന് സംസാരിക്കും, ഒരു മാറ്റർ വേറെയും പറയും, അങ്ങനെ ഒരു മാറ്റർ പറഞ്ഞതായിരിക്കും, അത് എന്നോടായിരിക്കൂല. അങ്ങനെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ഇബ്നുൽ ലിമാദ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഞാൻ ഇരിക്കുന്നത് ആ സദസ്സിന്റെ ഒരു ഭാഗത്താണ്, ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു രണ്ടാമതും പറഞ്ഞു, ഇത്തിഖാദുനാ ഇത്തിഖാദുസ് സലഫിസ് സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നല്ല ഊക്കിൽ പറഞ്ഞു, നമ്മുടെ ഇത്തിഖാദ്, നമ്മുടെ വിശ്വാസം പൂർവികരായ മഹത്തുക്കളുടെ വിശ്വാസമാണ്, സ്വഹാബത്ത് താബിഈങ്ങളുടെ വിശ്വാസമാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. ഇബ്നുൽ ലിമാദ് റഹ്മത്തുള്ളാഹി ചിന്തിച്ചു, പ്രസംഗിക്കുന്ന ആള് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിയാറുണ്ടല്ലോ, അങ്ങനെ തിരിഞ്ഞതായിരിക്കും, അത് എന്നോടായിരിക്കൂല എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോ മൂന്നാമതായി ഒരൊറ്റ വിളി വിളിച്ചു, യാ അബൂബക്കർ. ഒരൊറ്റ വിളി 2 വട്ടം പറഞ്ഞിട്ടു നിങ്ങളതൊക്കെ മാറ്റിക്കളയാണല്ലേ, യാ അബൂബക്കർ. അന്ന് വരെ ശൈഖ് ജീലാനിയെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ല. എന്റെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബൂബക്കർ, ഇത്തിഖാദുനാ ഇത്തിഖാദുസ് സലഫിസ് സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞതും നിങ്ങളോട് തന്നെയാണ്. നമ്മുടെ വിശ്വാസം സ്വഹാബത്ത് താബിഈങ്ങളാകുന്ന പൂർവസൂരികളുടെ വിശ്വാസമാണ്. എന്റെ മനസ്സിൽ ഈമാൻ അങ്ങ് ഉറച്ചുപോയി. എന്റെ മനസ്സിൽ ഉറച്ച ഈമാന് ഒരാണിക്കല്ലിട്ട് ഉറപ്പിക്കാൻ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു കാര്യം കൂടി ചെയ്തു. എന്നോട് പറഞ്ഞു, അബൂബക്കറേ, നിങ്ങളെ ഉപ്പ വീട് വിട്ടു പോയിട്ട് കുറെ ദിവസമായില്ലേ,
നിങ്ങളെ ബാപ്പ വീട്ടിലെത്തിയിട്ടുണ്ട്, വേഗം പോയിക്കോളൂ. അത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് എനിക്ക് ഒന്നുകൂടി അത്ഭുതമായി. എന്റെ വാപ്പ വീട് വിട്ടുപോയതൊക്കെ ഷെയ്ഖ് ജിലാനി തങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ വാപ്പ പൊരേന്ന് പോയിട്ട് കുറെ ദിവസമായി, ശരിയാണ്. എന്റെ ഉപ്പ വീട്ടിലെത്തി എന്നാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഇപ്പൊ പറഞ്ഞത്. ഞാൻ പോയി നോക്കുമ്പോ ബാപ്പയുണ്ട്, വീടിന്റെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നു. എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ശരിക്കും അന്ന് ആണിക്കല്ല് വെച്ചുകൊണ്ട് ആണിയിട്ട് ഉറപ്പിച്ച് ഉറപ്പിച്ചതാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു. പിന്നെ എന്റെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. എന്തിനാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു പണിയെടുത്തത്? ആളുകളുടെ ഈത്തിഖാദ് ശരിയാക്കാൻ. മഹാന്മാരൊക്കെ പണിയെടുത്തതിനാണ്. അവർക്ക് ഏറ്റവും വെറുപ്പ് വിദ്യാർത്ഥികാരോടായി. അതിലും മുകളിലുള്ള മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. ഒരു ചെറിയ പ്രശ്നം സമ്മതിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ. സമ്മതിച്ചു കൊടുക്കേണ്ട വിഷയമല്ല, അതുകൊണ്ട് സമ്മതിച്ചു കൊടുത്തില്ല. വിശ്വാസം അനുസരിച്ച്, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ, അള്ളാഹുവിന്റെ ഖുർആൻ മഖ്ലൂഖാണോ എന്നൊരു ചർച്ച. ബിദ്അത്തുകാരോട് ചാഞ്ചല്യമുള്ള രാജാവ് പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ മഖ്ലൂഖാണോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റൂല. അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഒരിക്കലും അത് സൃഷ്ടിയല്ല. അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. സമ്മതിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ മഹാനവറുകളെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ അടച്ചിട്ട് സഹോദരങ്ങളെ, രാജാവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. 150 ആളുകളാണ് മാറി മാറി അടിച്ചത്. ഒരാളും രണ്ടാളുമല്ല. ചാട്ടവാറ് കൊണ്ട് അടിച്ചാൽ എത്ര വേദനയുണ്ടാകും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാദം ശരിയാണെന്ന് ശരിക്കും ഉറപ്പിച്ചുകൊണ്ട് ആദ്യത്തെ രാജാവ് സ്ഥാനഭൃഷ്ടനായ ശേഷം രണ്ടാമതൊരു രാജാവ് വന്നു. ആ രാജാവ് ശരിയായ നിലക്ക് ഉറപ്പിച്ചു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നതാണ് സത്യം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശിക്ഷയിൽ നിന്നൊക്കെ മുക്തനായി പുറത്തേക്ക് വന്നപ്പോ മഹാനവറുകളുടെ ശിഷ്യന്മാരും അനുയായികളും വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ അടിച്ച ആളുകൾക്കെതിരെ ഒന്ന് കേസ് കൊടുക്കുകയല്ലേ? നിങ്ങളിപ്പോ ജയിച്ചല്ലോ, നിങ്ങളെ വാദം സത്യമാണെന്ന് കോടതി വരെ അംഗീകരിച്ചല്ലോ. നിങ്ങളെ ശിക്ഷിച്ച ആളുകളില്ലേ 150 ആളുകള്, മാറി മാറി അടിച്ചവരല്ലേ? അവർക്കെതിരെ ഒരു കേസ് കൊടുത്താലോ? ഏറ്റവും വലിയ വിനയത്തിന്റെ ഉദാഹരണമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ലേ അവർ സ്വീകരിക്കുന്നത്? മഹാനവറുകൾ പറഞ്ഞു, എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു, ഇല്ലാ അഹ്ലൽ ബിദ്അ. എന്നെ തല്ലിയവരിൽ ബിദ്അത്തുകാരുണ്ട്, അവർക്ക് മാപ്പില്ല. അവർക്ക് മാപ്പ് കൊടുക്കാത്തത് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, ആശയപരമായ എതിർപ്പ് കൊണ്ടാണ്. അവര് ബിദ്അത്ത് മാറി വന്നാൽ അവർക്കും ഞാൻ മാപ്പ് കൊടുക്കും. ബിദ്അത്തുകാർക്ക് അല്ലാത്ത എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു. എന്നെ അടിച്ച മുഴുവൻ ആളുകൾക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. സഹോദരങ്ങളെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിച്ച എല്ലാവർക്കും മാപ്പ് കൊടുത്ത കൂട്ടത്തിൽ നിന്ന് മഹാനവറുകൾ മാറ്റി നിർത്തിയത് ആരെയാണ്? ബിദ്അത്തുകാരെയാണ് മാറ്റി നിർത്തിയത്. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ എല്ലാ പണ്ഡിതന്മാരിലും മുഖ്റവിയായ ഉലമാഇനുള്ളൊരു ലക്ഷണമാണ് ബിദ്അത്തുകാരോട് അവർക്ക് കടുത്ത എതിർപ്പാണ്. അതെവിടുന്ന് കിട്ടിയതാണെന്നറിയോ? സ്വഹാബിമാരിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. വലിയ ഒരു സ്വഹാബിയല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മുത്തബിഉ സുന്ന എന്ന നാമത്തിലല്ലേ മഹാനവറുകൾ അറിയപ്പെടുന്നത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് നിങ്ങൾക്കൊരാള് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് വന്ന് സലാം പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നത്,
ബലഗനി അന്നഹു അഹദസഹു, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അയാൾ പുത്തൻവാദിയായിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ സലാം എനിക്ക് വേണ്ട. നമ്മളെ ആൾക്കാരെന്താ ചോദിക്കുന്നത്? ആണും പെണ്ണും എന്താ ചോദിക്കുന്നത്? അയാൾ മുസ്ലിം അല്ലേ? അയാൾ പേര് മുസ്ലിമിന്റെ പേരല്ലേ? മാർക്ക കല്യാണം കഴിച്ചിട്ടില്ലേ? 5 വക്ത് നിസ്കരിക്കുന്നില്ലേ? ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതൊന്നും അല്ല മാനദണ്ഡം. മാനദണ്ഡം ആശയരംഗത്ത് വ്യതിയാനമുണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ സലാം നമുക്ക് വേണ്ട, അവനോട് സലാം പറയാനും പോകണ്ട. അത്തരക്കാർക്ക് അഭയം കൊടുക്കാൻ പാടില്ല, അത്തരക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പാടില്ല. അത് ഇസ്ലാം ദീനെ പൊളിക്കുന്ന കാര്യമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലിയ ബഹുമാനല്ലേ സലാം പറയാന്നുള്ളത്? വലിയ ബഹുമാനമാണ്. സലാം മടക്കാന്നുള്ളതും സലാം പറയാന്നുള്ളതും ഒരു മനുഷ്യന് കൊടുക്കുന്ന, ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന വലിയ ബഹുമാനമാണ്. ഈ ബഹുമാനം ബിദ്അത്തുകാരന് കൊടുത്താൽ മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ബിദ്അത്തുകാരനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ, ബിദ്അത്തുകാരന് ആരെങ്കിലും ആദരവ് കൊടുത്താൽ, ഇസ്ലാം ദീനിനെ പൊളിക്കുന്നതിനവന് സഹായം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ബിദ്അത്തുകാരനെ ബഹുമാനിച്ചുകൂടാ, അവന് ആദരവ് നൽകിക്കൂടാ. ഏറ്റവും വലിയ ആദരവും ബഹുമാനവുമാണ് സലാം പറയുന്നതും മടക്കുന്നതും. സഹോദരങ്ങളെ, ഇത് പുതുതായിട്ട് നമ്മൾ ആരോ ഒരാൾ ഉണ്ടാക്കിയ ആശയമല്ല. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു ആശയം ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് തന്നെ സലാം പറയാത്ത വിഷയം ഉണ്ടോ? ഉണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. കേരളത്തിലുള്ള ഉലമാ മൊത്തം ഏകകണ്ഠമായി എടുത്ത തീരുമാനമല്ല, സൗദിയിലെ പണ്ഡിതന്മാര് മാത്രം എടുത്തൊരു തീരുമാനമല്ല. ലോക പ്രശസ്തരായ പണ്ഡിതന്മാര് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടുപേരും തെളിവ് പിടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് സലാം പറയാത്ത ഒരു വലിയ സംഭവം ഉണ്ടായില്ലേ? ആ ഹദീസ് എടുത്തിട്ടാണ് തെളിവ് പിടിച്ചത്. മുബ്തദീന് സലാം പറഞ്ഞുകൂടാ, അവനിൽ നിന്ന് സലാം മടക്കിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവസാനം തങ്ങൾ നിർവഹിച്ച സമരമാണ് ഗസ്വത്ത് തബൂക്ക്. തബൂക്ക് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലത്താണ് നടന്നത്. അത്യുഷ്ണമുള്ള കാലമാണ്. സാമ്പത്തികമായി ചില പരാധീനതകളൊക്കെ തബൂക്കിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നു. സാഹചര്യം പ്രതികൂലമായിരുന്നു. തബൂക്കിലേക്ക് പോയപ്പോൾ തബൂക്കിൽ പങ്കെടുക്കാത്ത ചില സ്വഹാബിമാര് മദീനത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് കഴിഞ്ഞ് നേരെ വന്ന് മസ്ജിദുൽ മദീനയിൽ, മദീന പള്ളിയിൽ തങ്ങൾ ഇരിക്കുമ്പോ കുറെ ആളുകൾ വന്നിട്ട് തങ്ങളെ മുന്നിൽ കാരണം പറയുന്നു. നബി, എനിക്ക് അങ്ങനെ കാരണം ഉണ്ടായിരുന്നു, ഇങ്ങനെ കാരണം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് തങ്ങൾ ശരി ശരി എന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെതാ ചെറുപ്പക്കാരനായ, നല്ല ആരോഗ്യമുള്ള, സാമ്പത്തിക ശേഷിയുള്ള, എല്ലാ നിലക്കും വലിയ കഴിവുള്ള സ്വഹാബി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ സ്വഹാബിയല്ല. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രഗൽഭനാണ്, ബദരീങ്ങളിൽപ്പെട്ട മഹാനും കൂടിയാണ്. ആ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വേണ്ടി പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോ തങ്ങൾ ചോദിക്കുന്നു, കഅബേ, നിങ്ങൾ വരാതിരിക്കാനുള്ള കാരണമെന്താണ്? കഅബ് റളിയല്ലാഹു അൻഹു തങ്ങളെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളല്ലാത്ത വേറൊരു നേതാവിന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അതിനുള്ള കഴിവ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളെ മുന്നിൽ വെച്ചത് നടക്കൂലല്ലോ. അതുകൊണ്ട് സത്യം തുറന്ന് ഞാനങ്ങ് പറയട്ടെ, മാലീ മിൻ ഉദർ, എനിക്കൊരു കാരണവും ഇല്ല, ഒരു പ്രതിബന്ധവും
ബന്ധവും എനിക്കില്ല. എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമായിട്ട് ശുശ്രൂഷിക്കാൻ നിന്നതല്ല. ഭാര്യ പ്രസവിക്കാനായിട്ട് സമയം പാർത്ത് കഴിഞ്ഞതല്ല. ഒട്ടകം പ്രസവിക്കാൻ വേണ്ടി ഞാൻ സമയം കാത്തു നിന്നതല്ല. പാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതം കിട്ടാതെ കുടുങ്ങിയതല്ല. ഒരൊറ്റ പ്രതിബന്ധവും എനിക്കില്ല. വെറുതെ വരാതിരുന്നതാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സ്വദഖ, ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എഴുന്നേറ്റോളൂ, നിങ്ങളെ കാര്യത്തിൽ അള്ളാഹു തീരുമാനം വരട്ടെ, അള്ളാഹു തീരുമാനം പറയട്ടെ. അതുവരെ സ്വഹാബത്തിനോട് പറഞ്ഞു, ആരും മിണ്ടിക്കൂടാ, സലാം പറഞ്ഞുകൂടാ, സലാം മടക്കിക്കൂടാ, ഒരു വിഷയവും സംസാരിച്ചുകൂടാ. ബഹിഷ്കരണ നിലപാടാ നടപ്പിലാക്കിയത്. ആശയം തിരുത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു സുന്നത്തിനെ സുന്നത്തല്ലാതെ ആക്കിയിട്ടുണ്ടോ? ഇല്ല. ഒരു സുന്നത്തിനെ മാറ്റിയിട്ട് ഒരു ബിദഅത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിൽ അബദ്ധ ജഡല വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആശയരംഗത്തൊരു വ്യതിയാനവുമില്ല. ഒരൊറ്റ നിസ്സഹകരണത്തിന്റെ പേരിലാണ് ഈ ബഹിഷ്കരണ നിലപാട്. ഒരു നിസ്സഹകരണം. തബൂക്ക് വിജയിച്ചിട്ടുണ്ട്. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പള്ളിന്റെ ഉള്ളിൽ നിന്ന് നേരെ ചെരുവിലേക്ക് പോയപ്പോ മുനാഫിക്കുകളായ കുറെ ആളുകളുണ്ട് അവിടെ. കാരണങ്ങളൊക്കെ പറഞ്ഞു ഒപ്പിച്ചവര്. അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തടി സലാമത്താക്കിയ ആൾക്കാർ. അവര് പറഞ്ഞു, കഅബേ നീ എന്തൊരു പോയത്തക്കാരനാ, ഞങ്ങൾ വിചാരിച്ചു നീയൊക്കെ ഒരു ബുദ്ധിയുള്ള ആളാണ്. ഞങ്ങൾ കണ്ടില്ലേ രക്ഷപ്പെട്ടത്. ഞങ്ങൾക്ക് നബി തങ്ങളെ മുന്നിൽ വരാം, സംസാരിക്കാം, തങ്ങളെ ക്ഷണിക്കാം, തങ്ങൾ പങ്കെടുക്കുന്നിടത്ത് പങ്കെടുക്കാം, സ്വഹാബത്തിനോട് സംസാരിക്കാം, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടണ്ടേ? കഅബ് മാലിക് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അവരെന്നോട് പറയുന്ന പിന്തിരിപ്പൻ ശൈലി കൊണ്ട് ഞാൻ ആലോചിച്ചു പോയി, നേരെ പോയി പറഞ്ഞ് തിരുത്തിയാലോ, പറഞ്ഞത് രണ്ടാമതും തിരുത്തിയാലോ എന്ന് ചിന്തിച്ചു പോയി. അത്രയും എന്നെ അവര് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒരു കാരണവുമില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അതാ നിൽക്കുന്ന രണ്ടാളുകളുണ്ട്. ഞാൻ അവരിലേക്ക് നോക്കുമ്പോൾ അവർ എന്നെക്കാളും പ്രായമുള്ള ആളുകളാണ്. ഹിലാൽ ഇബ്നു ഉമയ്യത്ത് അൽ വാഖിഫി റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീ റളിയല്ലാഹു അൻഹു, രണ്ട് സഹാബിമാര്. അവർ പ്രായമുള്ളവരാണ്, ഞാൻ ചെറുപ്പക്കാരനാണ്. ബഹിഷ്കരണ നിലപാടിൽ നിന്നാണ് ഇമാം ബുഖാരി തങ്ങൾ തെളിവെടുക്കുന്നത്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തെളിവെടുക്കുന്നത്. ഇങ്ങനെ ഒരു നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലെടുത്തെങ്കിൽ ആശയരംഗത്ത് മാറ്റം വരുത്തിയ മുബ്തദീനോട് ഒരിക്കലും സലാം പറയരുത്, സലാം മടക്കരുത്. എത്ര ദിവസമാണ് ആ ബഹിഷ്കരണം നീണ്ടു നിന്നത്? അല്ലാഹു അവരെ തൗബ സ്വീകരിക്കുന്നത് വരെ 50 ദിവസം. 50 ദിവസമാണത് നീണ്ടു നിന്നത്, ഒന്നും രണ്ടും ദിവസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ടും സലാം പറയാൻ നോക്കിയിട്ടുണ്ട്, ഫലമുണ്ടായിട്ടില്ല. സ്വന്തം കുടുംബക്കാരോട് കഅബ് റളിയല്ലാഹു അൻഹു മദിലിനോട് ചാരി നിന്ന് ശബ്ദം മാറ്റി സലാം പറഞ്ഞു നോക്കിയിട്ടുണ്ട്, ഫലമുണ്ടായിട്ടില്ല. തങ്ങളെ തീരുമാനല്ലേ സലാം മടക്കരുത്, അതിന് മാറ്റല്ല. സലാം പറയരുത് എന്നുള്ളത്. മദീനയിൽ കച്ചവടം നടത്തുന്ന ഒരു കടയിലെ ഒരു കച്ചവടക്കാരൻ പോലും ഒരു സാധാരണ ഒരു വർത്തമാനം പോലും പറയാത്ത രീതിയിലായിരുന്നു നിലപാട്. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് എടുത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയും തെളിവ് പിടിച്ചിട്ട് ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും പറയുന്നു. ഇതുകൊണ്ടാണ് പറയുന്നത്, ആശയരംഗത്ത് വ്യതിയാനം വരുത്തിയ ഒരൊറ്റ മുബ്തദീനും സലാം പറയരുത്, സലാം മടക്കരുത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുന്നതും മടക്കുന്നതും നമ്മുടെ ഈമാനിന് കുറവ് സംഭവിക്കുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസ് നിങ്ങൾ കണ്ടില്ലേ, മല്ലഹിക ഇലാ മുബ്തദീൻ, ഒരു മുബ്തദീനോട് ഒരാൾ ചിരിച്ചാൽ നസഅല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, അവന്റെ കൽബിൽ നിന്ന് ഈമാനിക ഒളിവ്, ഈമാനിന്റെ പ്രകാശം അല്ലാഹു ഊരിയെടുക്കും. അതേ, അവനോട് ചിരിക്കാൻ പാടില്ല. അതൊരു സ്നേഹത്തിന്റെ ലക്ഷണമല്ലേ, ഒരു ബഹുമാനത്തിന്റെ ലക്ഷണമല്ലേ? അവനോട് ചിരിച്ചു കൊടുത്തുകൂടാ.
ഇസ്ലാമികമായിട്ട് മാറ്റം വരുത്തിയ ആളല്ലേ അവൻ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അമലുകൾ മാത്രം ഉണ്ടായാൽ പോരാ, ഈമാന് വേണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ വിദേഹത്തുകാരന്റെ പേരും ഞാൻ പറയുന്നില്ല. അവരെ പേര് പറഞ്ഞിട്ട് നമ്മളെ സദസ്സിന്റെ ബർക്കത്ത് പോക്കണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ എത്ര വിദേഹത്തുകാരുണ്ടോ അവരൊക്കെ ഒരു വിഷയത്തിൽ ഒരേ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ രൂപത്തിൽ കാണുന്നതിൽ എല്ലാ വിദഅത്തുകാരും തുല്യരാണ്. അതിലില്ലാത്ത ആരുമില്ല, എല്ലാരും ഉണ്ട്. സ്വഹാബത്ത് ബഹുമാനിക്കുമ്പോൾ അവർക്ക് ബഹുമാനിക്കാൻ കഴിയോ? സ്വഹാബത്ത് ആദരിച്ചതുപോലെ ആദരിക്കാൻ കഴിയോ? അങ്ങനെ ഒരു ആദരവിനെ പറ്റിയും ബഹുമാനത്തെ പറ്റിയും അവര് പറയുന്നത് ആരാധന എന്നാണ്. അത് വിദേഹത്തുകാരുടെ തലവൻ അവർക്ക് കൊടുത്ത ഒരു ശൈലിയായിരിക്കും അത്. നിങ്ങൾ കണ്ടില്ലേ, കർമ്മരംഗത്തൊക്കെ നല്ല ഉഷാറുള്ള ആളായിരുന്നില്ലേ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറഞ്ഞ മനുഷ്യൻ? ഈ പേരൊക്കുമ്പോ റളിയല്ലാഹു അൻഹു എല്ലാം നിൽക്കണ്ട. മദീനയിലെ മുനാഫിക്കുകളിൽപ്പെട്ട ഒരു മുനാഫിക്കാണത് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. എവിടെയായിരുന്നു അവൻ നിസ്കരിക്കാൻ വന്നിരുന്നത്? മദീന പള്ളിയിലെ ഒന്നാമത്തെ സൊഫില്, ഇമാമിന്റെ തൊട്ട് വേക്കില്. ആരാണ് ഇമാം? ഇമാമുൽ അംബിയാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അതിനേക്കാളും വലിയ ഇമാമുണ്ടോ? അതിനേക്കാളും വലിയ ജമാഅത്തുണ്ടോ? അതിനേക്കാളും വലിയ മഹത്വം കിട്ടുന്ന കാര്യമുണ്ടോ? ഇമാമിന്റെ വേക്കിൽ ഇത്രയും കൃത്യമായി നിന്നിട്ട് സ്വഫൊക്കെ ശരിയാക്കുന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യൻ എന്തായിരുന്നു പ്രശ്നം? വിശ്വാസരംഗത്ത് വൈകല്യമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അത് അംഗീകരിക്കാൻ ഈ മനുഷ്യന് കഴിയില്ല. ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കും. വിമർശിക്കാൻ ഒരു ചെറിയ പഴുത് കിട്ടിയാൽ മതി, അപ്പോഴേക്കത് വിമർശിക്കും. അതുകൊണ്ടല്ലേ ബനുൽ മുസ്തലഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് ശക്തമായ ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീനയിലുള്ള റിഫാഅത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ കാറ്റ് നമുക്ക് നൽകിയ ഒരു വിവരമാണ്. മദീന കുറെ ദൂരത്താണ്. അവിടെയുള്ള റിഫാഅത്ത് എന്ന് പറയുന്നത് മുനാഫിഖുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇവിടെ കെട്ടിയിട്ടിരുന്ന എന്റെ ഒട്ടകത്തെ കാണാനില്ലല്ലോ, നിങ്ങളൊന്ന് പോയി തെരഞ്ഞു നോക്കൂ എന്ന് രണ്ട് സ്വഹാബിമാരോട് പറഞ്ഞു. അവര് തെരഞ്ഞു നോക്കാൻ വേണ്ടി പോകുമ്പോ ആ പോകുന്ന രണ്ട് സ്വഹാബിമാരും വേറെ ചില സ്വഹാബിമാരും ഒരു സംസാരം കേൾക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അവന്റെ കുറച്ച് സ്വഭാവവും സ്വാധീനവും ഉള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവൻ പറയുന്നു, വലിയ രസമുണ്ട്. എന്താണ് രസം? അങ്ങകല മദീനയിൽ റിഫാഅത്ത് മരിച്ചൊരു വാർത്ത ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞത്? മദീനത്ത് നടന്ന റിഫാഅത്തിന്റെ മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ എവിടെയോ പോയ ഒട്ടകത്തെ കാണാനില്ല. അത് നോക്കാൻ വേണ്ടി ആളെ വിടുകയും ചെയ്തു. ഇവിടെ പോയ ഒട്ടകം എവിടെയാണെന്ന് അറിയാത്ത ആളാണ് മദീനയിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ചെറിയ രൂപത്തില് ഒന്ന് കുറവാക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണല്ലോ. ആ ചാൻസ് ആണ് ആ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയത്. ഇത് കേട്ട സ്വഹാബിമാര് വേഗം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ ഇങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട്. ഇവിടെ പോയ ഒട്ടകത്തെ കാണാൻ തിരയാൻ ആളെ വിട്ടു. അതെവിടെയെന്ന് നബി തങ്ങൾക്കറിയില്ല. അങ്ങകല മദീനയിൽ റിഫാഅത്ത് മരിച്ച വിഷയം കൃത്യമായി തങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ ആകയാൽ ഇൽമുൽ ഗൈബിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദൃശ്യജ്ഞാനം അതാണ് ഈ മനുഷ്യൻ കാര്യമായി വിമർശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരയാൻ വിട്ട സ്വഹാബിമാരെ അടുത്തേക്ക് വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, അതാണ് ആ കാണുന്ന മരം. ആ മരത്തിന്റെ ചില്ലയിൽ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്.
നേരെ പോയി കെട്ടയിച്ച് നിങ്ങൾ അയച്ചു കൊണ്ടുവന്നോ. അത് മനുഷ്യൻ ഇപ്പുറത്ത് കേൾക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു സലൂൽ കേൾക്കുന്നുണ്ട്. അത് കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവന്റെ സിംഗിടികളോട് പറഞ്ഞു, മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ നമ്മൾ മദീനത്തുനിന്ന് തുരത്തിക്കാനുള്ള ശ്രമം നടത്തും. പിന്നെ കുത്തിത്തിരിപ്പിന്റെ വർത്തമാനമാ പറയുന്നത്. മദീനയിലേക്ക് എത്തട്ടെ. അവൻ തോറ്റപ്പോ പിന്നെ പറഞ്ഞൊരു വർത്തമാനമാണ്, നമ്മൾ മദീനയിലേക്ക് മടങ്ങിയെത്തട്ടെ. നമ്മൾ പ്രബല വിഭാഗം ഈ സാധുക്കൾ അവിടെ നിന്ന് ആട്ടിപ്പറത്തിക്കും. ആരാണ് ആ സാധുക്കൾ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതല്ല് എന്ന നിങ്ങര് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരുമാണ്. അവരെയാണ് ഗേറ്റ് സംസാരിച്ചത്. അതവൻ കാതോരം പറഞ്ഞൊരു സ്വകാര്യമാണ്. പക്ഷേ അള്ളാന്റെ റസൂലിനെ പറ്റിയോ സ്വഹാബത്തിനെ പറ്റിയോ ഇത്തരത്തിലൊരു വിമർശനം കാതോരം പറഞ്ഞാലും ചുട്ട മറുപടി കൊടുക്കുന്നവനാണ് അല്ലാഹ്. ഉടനെ തന്നെ അള്ളാഹുവിന് മറുപടിയായി ആയത്തിറക്കിയില്ലേ? വിഷയം അല്ലാഹു തആല ഉടനെ തന്നെ ബോധ്യപ്പെടുത്തിയില്ലേ? യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിഖുകൾ പറയുന്നുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മേപ്പെട്ട് നോക്കുകയാണ്. നമ്മൾ സ്വകാര്യം പറഞ്ഞ വിഷയം പുറത്തായി പോയല്ലോ. മദീനയിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തിയാൽ ഞങ്ങൾ പ്രബല വിഭാഗം ഈ സാധുക്കളായ ആളുകൾ അവിടെ നിന്ന് ഞങ്ങൾ തുരത്തും, ആട്ടിപ്പറപ്പിക്കും, അവിടെ നിന്ന് പുറത്താക്കും. എന്നാൽ ഒരു കാര്യം കേൾക്കണോ? വലില്ലാഹിൽ ഇസ്സത്തു, നിങ്ങൾക്കല്ല ആത്മാഭിമാനമുള്ളത്, നിങ്ങൾക്കല്ല അന്തസ്സുള്ളത്. വലില്ലാഹിൽ ഇസ്സത്തു, യശസ്സുള്ളത് അല്ലാഹുവിനാണ്. വലി റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനുമാണ്. വലിൽ മുഅ്മിനീൻ, ലോകത്തുള്ള സർവ്വ ഈമാനുള്ള മനുഷ്യർക്കുമാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, കപടന്മാര് കാര്യം തിരിയാത്തവരാണ്, കഥയറിയാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ എതിർത്ത് പറഞ്ഞൊരു ശൈലിയാണത്. ഇങ്ങനെ ഒരു ഭാഷ തന്റെ പിതാവിൽ നിന്ന് ഉണ്ടായത് സഹിക്കാൻ കഴിയാതെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ മനുഷ്യന് നല്ല ഈമാനുള്ള, നല്ല ഇഖ്ലാസ് ഉള്ള ഒരു മകനുണ്ട്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. മകന്റെ പേര് അബ്ദുല്ലാഹി എന്നാണ്. ആ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബാപ്പ ഈ പറഞ്ഞ വിഷയത്തിന് രോഷം കൊണ്ടിട്ട് തിരിച്ചു വരുന്ന ബാപ്പാനെ മദീനന്റെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തി. ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ മദീനയിലേക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ് നാവുകൊണ്ട് തിരുത്തി പറയണം. നേരത്തെ അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി, അല്ല സഹാബത്തിനെ പറ്റി, റസൂലുള്ളാഹിനെ പറ്റിയും അതല്ലെന്നൊരു ഭാഷ പറഞ്ഞില്ലേ? നിന്യന്മാര്, നീചന്മാര്, നികിട്ടന്മാര് എന്നൊരു ഭാഷ പറഞ്ഞില്ലേ? അത് തിരുത്തണം. തിരുത്തിയിട്ട് പറയണം അല്ലാഹു വറസൂലുഹു അഅസ്സു വഅക്രം. അത് പറയാതെ അങ്ങോട്ട് കയറ്റൂല എന്ന് പറഞ്ഞു. മകൻ തടഞ്ഞു നിർത്തി ബാപ്പാനെ, സ്വന്തം ബാപ്പാനെ. ആദർശ രംഗത്തുള്ള പ്രതിരോധമാണ്. ബാപ്പാനോടുള്ള ബഹുമാനക്ക് ആദർശത്തിലല്ല, അത് ബാപ്പാക്ക് സ്വയമാറ്റുണ്ടെങ്കിൽ തിരുത്തണം, പറഞ്ഞ് പഠിപ്പിക്കണം ശരിക്ക്. ബാപ്പയെന്ന് കരുതിയിട്ട് ഇങ്ങനെ കഷായം കൊടുത്ത് കൂടിയാ പോരാ, ശരിക്ക് പറഞ്ഞു പഠിപ്പിക്കണം. ഉമ്മാക്കാണോ ആദർശ രംഗത്ത് മാറ്റമുള്ളത്? ഉമ്മാനെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സ് ക്ലിയർ ആക്കണം, രോഗം മാറ്റണം. സ്വഹാബിയാണ് തെളിവ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബാപ്പാനെ തടഞ്ഞു നിർത്തി, പറയാതെ അങ്ങോട്ട് വിടൂലെന്ന് പറഞ്ഞു. തിരിച്ചു കൊണ്ടിരുന്നു, തടഞ്ഞു നിർത്തി. അവിടെ ഒരു നിലക്കും മകൻ വിടൂല, അത്രയും വാശിയിലാന്ന് കണ്ടപ്പോ ആ മനുഷ്യൻ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅസ്സു വഅക്രം എന്ന് പറഞ്ഞപ്പോ എന്നാ കേറിക്കോളി മദീനയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഈ സംഭവം അങ്ങനെ നടന്ന ശേഷം വേഗം ഈ സ്വഹാബി പോയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ബാപ്പ പറഞ്ഞതിൽ എന്റെ മനസ്സിൽ വന്ന വിഷമം കൊണ്ട് ബാപ്പാനെ ഞാൻ മദീനന്റെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തി നബിയെ. എന്നിട്ടോ ബാപ്പാനെ കൊണ്ട് പറഞ്ഞത് തിരുത്തിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബാപ്പാനോട് അങ്ങനെ ചെയ്തല്ല,
ആശയരംഗത്ത് ബാപ്പാക്കാണ് തെറ്റുള്ളതെങ്കിൽ തിരുത്തണം, ഉമ്മാക്കാണ് തെറ്റുള്ളതെങ്കിൽ തിരുത്തണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടും ബാപ്പാനെ മനസ്സ് ക്ലിയർ ആക്കാത്തത് കൊണ്ട്, ക്ലിയർ ആകാതെ വന്നത് കൊണ്ട് സഹിക്കാൻ കഴിയാതെ ബാപ്പാനെ കൊല്ലാൻ സമ്മതം ചോദിച്ചു വന്നു ആ സ്വഹാബി. ബാപ്പ പിന്നെയും അല്ലാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്നത് ഇങ്ങനെ കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ബാപ്പാനെ കൊല്ലാൻ സമ്മതം തരുമോ? തങ്ങൾ പറഞ്ഞു, ലാ തഖ്തുൽഹു ഫഇന്നഹു അബൂക്. ആ മരുന്ന് കൊണ്ട് മാറുന്നില്ലെങ്കിൽ പിന്നേത് മരുന്ന് കൊടുക്കാനാണ്? സുബ്ഹാനല്ലാഹ്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂല് നേരത്തെ പറഞ്ഞ അതല്ല് എന്നുള്ള ഭാഷ കുടുംബത്തിൽ മൊത്തം ചർച്ചയായി. കുടുംബക്കാര് പറഞ്ഞു, അബ്ദുല്ലാഹ് മോശമാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് ഒരു മുശ്രിക്ക് പോലും പറയാത്തൊരു ഭാഷയാണ്, ഒരു കാഫിർ പോലും പറയാത്തൊരു ഭാഷയാണ് തങ്ങളെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന നീ പറഞ്ഞത്. അതുകൊണ്ട് കുടുംബക്കാരായ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്, നീ ഒന്ന് പോയിട്ട് മാപ്പ് പറയണം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനോട്. കുടുംബത്തിലെ മുതിർന്ന ആളുകൾ വന്ന് അപേക്ഷിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു, നിസ്കരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നിസ്കരിച്ചു, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ സക്കാത്ത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് സുജൂദ് ചെയ്യണമെന്നാണോ? എന്നതിന് കിട്ടൂല. കണ്ടോ നിങ്ങള്, ഒരു ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് ഒരാരാധനയുടെ വിഷയത്തിലേക്ക് മാറ്റിയത് മനുഷ്യനാണ്. ബാക്കിയുള്ള ബിദ്അത്തുകാരതിന്റെ സിംഗിടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്നൊന്ന് പാടുമ്പോഴേക്ക് ഇസ്ലാമെന്ന് പുറത്തായി. അള്ളാഹുവിന്റെ റസൂലിനോട് മാപ്പ് ചോദിക്കുന്ന ഒരാൾ ഇസ്ലാമെന്ന് പുറത്തായി. അങ്ങനെയാണെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം പുറത്താകണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങൾ കൊത്തിവെച്ച വിരി, ഈ വിരി ആരാണ് ഇവിടെ തൂക്കിയത്? ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, ഞാൻ തന്നെയാണ് തൂക്കിയത്. ഇത് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് നിവേദക സംഘങ്ങൾ വരുന്നൊരു വീടല്ലേ, ഈ വീടിന്റെ ചുമര് കുമ്മായം തേച്ചിട്ടില്ലല്ലോ, സിമന്റ് തേച്ചിട്ടില്ലല്ലോ, വെറും കല്ലും മണ്ണും കളിമണ്ണും മാത്രമല്ലേ ഈ ചുമരിനുള്ളൂ. ഒരു മറയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു
സൗന്ദര്യത്തിന് വേണ്ടി ഞാൻ അവിടെ ഒന്ന് വിരിച്ചതാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആയിഷ ഇന്ന അസ്ഹാബ ഹാദിഹി സുവരി യുഅദ്ദബൂന യൗമൽ ഖിയാമ, ഈ ചിത്രങ്ങൾ കൊത്തിവെച്ച ആളുകൾ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും. ആയിഷ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ വിരി അവിടുന്ന് പറിച്ചിട്ട് കാലിൽ ചവിട്ടുന്നിടത്ത്, നിലത്ത് ചവിട്ടുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇട്ടു. പിന്നെ ബഹുമാന പുരസ്സരം അത് വിരിച്ചില്ല, അതൊരു ഭാഗത്തും തൂക്കിയില്ല. ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങള് നൂലുകൊണ്ടും മറ്റും അതിൽ തുന്നി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാക്കി ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം എതിർത്തപ്പോ ആയിഷ ബീവിന്റെ വചനം അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, എനിക്ക് മാപ്പ് പറയണമെന്ന് കുടുംബക്കാര് പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ പ്രതികരണം, സുജൂദ് ചെയ്യാൻ ഞങ്ങൾ പറയണത്, സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, കുമ്പിടാൻ പറഞ്ഞിട്ടില്ല. സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെ സമ്മതിക്കൂലല്ലോ. നബി തങ്ങൾക്ക് സുജൂദ് ചെയ്യട്ടെ എന്ന് എത്ര ആൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. തങ്ങളെ മോചിതത്വം, തങ്ങളെ അത്ഭുതങ്ങളും, തങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുപമമായ വ്യക്തിത്വത്തിന്റെ പ്രഭാവവും ഒക്കെ കണ്ടിട്ട് എത്ര ആൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് സുജൂദ് ചെയ്യട്ടെ, തിരുമുഖത്തൊന്ന് സുജൂദ് ചെയ്യട്ടെ, കാൽപാദങ്ങളിൽ ഒന്ന് കിടന്ന് സുജൂദ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചിട്ടില്ല, സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഇസ്തിഗ്ഫാർ ചെയ്യാനാ പറഞ്ഞത്. പക്ഷേ ആ മനുഷ്യൻ ഇത് സമ്മതിച്ചില്ല, അയാൾ അതിന് കൂട്ടാക്കിയില്ല. അല്ലാഹു തആല പറഞ്ഞു, വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. വരൂ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് പാപമോചനം തേടിത്തരും എന്നവരോട് പറയപ്പെട്ടാൽ അവരവരുടെ തലയും തിരിച്ച് അഹങ്കാരം കൊണ്ട് അവർ ഓടിപ്പോകുന്നത്, പിന്തിരിഞ്ഞു പോകുന്നത് കാണാം. തീർത്തു പറഞ്ഞില്ലേ അല്ലാഹു തആല നിഫാഖ് കൊണ്ട്, സവാഉൻ അലൈഹിം മസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. തീർത്തു പറയട്ടെ നബിയെ, തങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും അല്ലാഹു ഉറപ്പിച്ചു പറയാണ്, ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല. ഇത്തരത്തിൽ വിശ്വാസ വൈകല്യമുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മരിച്ചപ്പോ മദീനത്താകെ ഒരു വാർത്ത പരന്നു. പലരും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ സാധ്യതല്ല. പക്ഷേ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിന്റെ മനസ്സിലൊരാഗ്രഹം, എന്റെ ഉപ്പാന്റെ ജനാസക്ക് അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കണം. പലരിൽ നിന്നും ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോ മകൻ പോയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, തങ്ങൾക്കറിയാലോ, എന്റെ ഉപ്പാക്ക് തങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ മാറിപ്പോകുന്നത് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രതിസന്ധിയുള്ള ഒരു കാര്യം വേറെയില്ല. പല സംഗതികളിലും തങ്ങൾ അങ്ങനെ നിസ്കരിക്കാതെ മാറിപ്പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മദീനയിൽ വന്ന ആദ്യഘട്ടത്തിൽ കടബാധ്യതയുള്ള ജനാസ കൊണ്ടുവന്നാൽ വീട്ടാൻ സമ്പത്തും ഏറ്റെടുക്കാൻ ആളുകളുമില്ലാത്ത സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സല്ലു അലാ സ്വഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരന് ബാധ്യത വിടാൻ ജനാസ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കാനില്ല. സ്വഹാബത്തിന് ഇത് കേൾക്കുന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ പോകുന്ന രംഗം, എന്റെ ഉപ്പാക്കും അങ്ങനെ നിസ്കരിക്കാതെ തങ്ങൾ മാറി നിൽക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഈ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പക്ക് തങ്ങൾ നിസ്കരിക്കണം. നിസ്കരിക്കാൻ വേണ്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസന്റെ അടുത്തേക്ക് നിന്നപ്പോ ബാക്കിലെ സൊഫിൽ നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ മുന്നോട്ട് നിന്ന് ഡ്രസ്സിൽ ഒന്നിങ്ങനെ തൊട്ട് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചോദിച്ചു, ഇക്കടക്കുന്ന മനുഷ്യന് തങ്ങൾ നിസ്കരിക്കുക? ഇക്കടക്കുന്ന മനുഷ്യന് തങ്ങൾ നിസ്കരിക്കാണോ നബിയെ? ആദ്യമായി ചരിത്രത്തിൽ അവിടുത്തെ ഇൽമുൽ ഗൈബിനെ ചോദ്യം ചെയ്തത് കിടക്കുന്ന മനുഷ്യനാണ്. തങ്ങളുടെ പല സംഗതികളിലും അവിടുത്തെ അസാധാരണത്തെ വിശേഷങ്ങൾ നിഷേധിച്ചത് ഈ മനുഷ്യനാണ്. തങ്ങളെയും സ്വഹാബത്തിനെയും മികഴ്ത്തി പറഞ്ഞത് ഈ മനുഷ്യനാണ്. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിച്ച് അതിന് തിരികൊളുത്തിയത്, തുടക്കം കുറിച്ചത് ഈ മനുഷ്യനാണ്.
മുനാഫിക്കുകളുമായി രഹസ്യധാരണയുണ്ടാക്കി മക്കയിലെ മുശ്രിക്കുകളോട് തങ്ങളെ കൊല്ലാൻ വേണ്ടി സൗകര്യം ചെയ്തു തരാമെന്ന് രഹസ്യധാരണയിൽ പങ്കെടുത്തത് ഇക്കിടക്കുന്ന മനുഷ്യനാണ് നബിയേ. തങ്ങൾ നിസ്കരിക്കുകയാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം പറഞ്ഞു, ഉമറേ, ഇന്നി ഖുയ്യിർതു, എനിക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ അല്ലാഹു പെർമിഷൻ തന്നിട്ടുണ്ട്. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം, നിസ്കരിക്കാതെ പോകണമെങ്കിൽ നിസ്കരിക്കാതെ പോകാം. ഞാനിപ്പോ നിസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റിപ്പോർട്ടിൽ ഉള്ളതാണ് ഞാനീ പറയുന്നത്, വേറൊരു റിപ്പോർട്ടും ഉണ്ട്. ഇരിക്കട്ടെ, തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പൂമുഖം അത് കണ്ടപ്പോ സ്വഹാബത്തിന് മനസ്സിലായി വഹി വരുന്നൊരവസ്ഥ തങ്ങളുടെ മുഖത്ത് ദൃശ്യമാകുന്നുണ്ട്. വഹി വരുമ്പോൾ ആ പ്രശോഭിതമായ പുന്നാര പൂമുഖത്ത് അതേ മുത്തുമണികളെ പോലെ വിയർപ്പിന്റെ കണങ്ങൾ ഉറ്റി ഉറ്റി വീഴുന്നത് കാണാം. ലോകത്തെ ഏറ്റവും വലിയൊരു സൗഗന്ധികയാണ് അവിടുത്തെ വിയർപ്പിന്റെ തുള്ളികൾ. അതിങ്ങനെ നിറഞ്ഞൂറ്റി ഉറ്റി വീഴുന്നത് കാണുമ്പോ സ്വഹാബത്തിന് മനസ്സിലായി എന്തോ ഒരു നിർദ്ദേശം തങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് തങ്ങൾ ചോദിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എവിടെ? ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, ഉമറേ, നിങ്ങളുടെ തീരുമാനത്തോട് എത്ര പെട്ടെന്നാണ് അല്ലാഹു യോജിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു മഹത്വം കൂടിയാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിനോട് യോജിച്ച് വിശുദ്ധ ഖുർആനിൽ 60 ചില്ലാനം വിഷയങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സവായിഖിൽ വിശദീകരിച്ചത് കാണാം. ഞാനിപ്പോ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിവെച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട്. ഏതാണ് ഇറങ്ങിയ ആയത്ത്? വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. ഇക്കൂട്ടരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെ ജമാഅത്തിന് വരും, നോമ്പ് നോൽക്കും, ജസ്കരിക്കും, സകാത്ത് കൊടുക്കും, സദഖ വാങ്ങാനൊക്കെ ഉണ്ടാകും, ഗനീമത്ത് വാങ്ങാൻ ബേക്കിലെങ്കിലും വരും, തുടക്കത്തിലില്ലെങ്കിലും അവസാനെങ്കിലും വരും. അങ്ങനെയൊക്കെയുള്ള ഇതുപോലത്തെ വിശ്വാസരാഹിത്യമുള്ള കമ്പനിയില്ലേ, ഇവരിൽ നിന്ന് ആര് മരിച്ചാലും ഒരു കാലത്തും തങ്ങൾ നിസ്കരിച്ചുകൂടാ. അവരെ ഖബറിന്റെ സമീപം പോലും നിന്ന് പോകരുത് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്ത് നിന്നാൽ ബാക്കിയുള്ള ഖബറാളികൾക്കൊക്കെ പ്രകാശം അതുകൊണ്ട് ലഭിക്കും. അങ്ങനല്ലേ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിലുള്ളത്. രാത്രി സമയത്ത് ഒരു ജനാസയെ മറവ് ചെയ്തപ്പോ പകൽ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ സമീപത്ത് പോയിട്ടൊന്ന് ദുആ ചെയ്തു. ദുആ ചെയ്ത ശേഷം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമാ. ഈ കാണുന്ന ഖബറുകൾ മുഴുവനും ഇരുട്ട് നിറഞ്ഞിരുന്നു. വ ഇന്നല്ലാഹ നവ്വറഹാ അലൈഹിം ബിസലാത്തി. ഞാൻ ഇവിടെ ദുആ ചെയ്തത് കാരണം ആ ഖബറുകളൊക്കെ അല്ലാഹു പ്രകാശിപ്പിച്ചു. ഒരു ഖബറിന്റെ അടുത്ത് തങ്ങൾ നിന്നാ തന്നെ വെളിച്ചമാണ്, പ്രകാശമാണ്. അല്ലാഹു പറയുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. ഒരു കാലത്തും ഇക്കൂട്ടരിൽപ്പെട്ട ആര് മരിച്ചാലും തങ്ങൾ നിസ്കരിച്ചേക്കരുത്. വലാ തഖും അലാ ഖബരിഹി. ഖബറിന്റെ സമീപത്ത് തങ്ങൾ നിന്നേക്കരുത്. എന്തേ അല്ല പറഞ്ഞ കാരണം? നിസ്കരിച്ചിട്ടില്ല എന്നാണോ? നോമ്പ് നോറ്റിട്ടില്ല എന്നാണോ? ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. പള്ളിയിൽ വരാത്തത് കൊണ്ട് എന്നാണോ അല്ല കാരണം പറഞ്ഞത്? ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. അവർക്ക് ഒറിജിനൽ ഈമാനില്ല. നിസ്കാരമൊക്കെ റെഡിയാണ്, ഒന്നാമത്തെ സഫിലൊക്കെ സീറ്റ് പിടിച്ചിട്ടുണ്ട്, കൃത്യമായി ജമാഅത്തിലൊക്കെ വരുന്നുണ്ട്. അമൽ അല്ലാഹ് കബൂലാകണമെങ്കിൽ ഈമാന് വേണ്ടേ? ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിൽ അവർക്ക് ശരിക്കും വിശ്വാസമല്ല. മുത്തുനബി തങ്ങളെ ശരിക്കും വിശ്വസിക്കാത്തവൻ പിന്നെ എങ്ങനെ അല്ലാഹനെ വിശ്വസിക്കാനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവർക്ക് വിശ്വാസമില്ല.
ഇതാ ഈ കക്ഷികൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വ്യക്തിത്വമാണ് അല്ലേ സഹോദരങ്ങളെ? പച്ച മലയാളത്തിൽ ഉമ്മമാരെ അങ്ങനെയല്ലേ എഴുതി വെച്ചത്? എഴുതിയത് ഇന്നും തിരുത്തിയിട്ടില്ലല്ലോ. സാധാരണ രൂപത്തിൽ ജനിച്ചു, സാധാരണ രൂപത്തിൽ ജീവിച്ചു, സാധാരണ രൂപത്തിൽ വഫാത്തായി. നഊദു ബില്ലാഹ്. ഈമാനുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ പറയാനൊക്കുമോ? ഇങ്ങനെ ചിന്തിക്കാനൊക്കുമോ? സാധാരണ ജന്മമാണോ അവിടുത്തെ ജന്മം? സാധാരണ ജീവിതമാണോ അവിടുത്തെ ജീവിതം? സാധാരണ വഫാത്താണോ അവിടുത്തെ വഫാത്ത്? എല്ലാം വ്യത്യസ്ത രൂപത്തിലല്ലേ സഹോദരങ്ങളെ? ഈ രൂപത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ജീവിതം ലോകത്ത് അല്ലാഹു സമ്മാനിച്ചത് ആർക്കാണ്? ഇത്രയും അത്ഭുതങ്ങൾ ലോകത്ത് പ്രകടിപ്പിച്ചൊരു ജീവിതം, ഇത്രയും അത്ഭുതങ്ങൾ ലോകത്ത് വെളിവായ ഒരു ജന്മം ലോകത്ത് അല്ലാഹു നൽകിയത് ആർക്കാണ്? സുബ്ഹാനല്ലാഹ്. ഉലിദൽ ഹുദാ ഫൽ കായിനാതു ലിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വദിയാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുത്തപ്പോൾ ലോകം മുഴുവനും പരക്കെ പ്രകാശം ജ്വലിച്ചില്ലേ? അവിടുത്തെ പ്രകാശപൂരിതമായ പ്രകാശത്തിന്റെ ഊക്കുകൊണ്ട് അതേ കുഫറിന്റെയും നിഫാഖിന്റെയും കോട്ട കൊത്തളങ്ങൾ മുഴുവനും വിറച്ച് സ്തംഭിച്ചു പോയി. കുഫറിന് നേതൃത്വം നൽകിയിരുന്ന സ്വനമുകൾ പോലും വിഗ്രഹങ്ങൾ പോലും തലകീയായി മറിഞ്ഞുപോയി. അതിനു മുമ്പ് എത്ര ആളുകൾ ജനിച്ചിട്ടുണ്ട്, എത്ര നേതാക്കൾ ലോകത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര മഹാന്മാര് ലോകത്ത് ഉദയം ചെയ്തിട്ടുണ്ട്. പ്രത്യേകതകൾ എണ്ണുകയാണെങ്കിൽ ഇന്ന് തീർക്കാൻ പറ്റുമോ? നാളെ തീർക്കാൻ പറ്റുമോ? എത്ര എത്ര ബഹുമാനങ്ങളാണ് മഹാന്മാര് പഠിപ്പിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്. അത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ നിലക്കുള്ള ജന്മമല്ല ഉണ്ടായത്. തങ്ങൾ ജനിച്ചത് എങ്ങനെയാണ്? ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുപ്പിറവിയുടെ സമയത്തോടടുത്ത നേരത്ത് ഞാൻ നോക്കുമ്പോ എന്റെ മുന്നിലതാ നീളമുള്ള സ്ത്രീകള്, നല്ല നീളമുള്ള സ്ത്രീകൾ വന്ന് എന്റെ മുന്നിൽ നിൽക്കുന്നു. ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ പേരെന്താണ്? എന്നോട് പേര് പറയുന്നു മറിയമു ബിനത്തു ഇമ്രാൻ. ഇമ്രാനിന്റെ മകളായ മറിയം ബീവിയാണ്. മറ്റൊരു സഹോദരിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ പേരെന്താണ്? പേര് പറയുന്നു ആസിയത്തു ബിന്തു മുസാഹിം. ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. വേറൊരു പെണ്ണിനോട് ഞാൻ പേര് ചോദിക്കുമ്പോ പറയുന്നു കുൽസൂമു ഉഖ്തു മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരിയായ കുൽസൂമാണ്. മൂന്നുപേരും എന്റെ പരിസരത്ത് നിൽക്കുന്നുണ്ട്. അവര് മൂന്നുപേരുടെ കയ്യിലും പാനപാത്രങ്ങളുണ്ട്. എനിക്കതാ വെള്ള നിറത്തിലുള്ള ഒരു പാത്രം, വെള്ള നിറത്തിലുള്ള ഒരു വെള്ളം എനിക്ക് കുടിക്കാൻ വേണ്ടി തന്നു. കൂട്ടത്തിലൊരാള്. ഞാനത് കുടിച്ചു. എന്റെ ദാഹം മാറി, എന്റെ ക്ഷീണം മാറി. എനിക്ക് ആവേശവും ഉന്മേഷവും ഇരട്ടിയായി കിട്ടി. എനിക്കൊരു ലവലേശം വെപ്രാളമോ ബേജാറോ ഇല്ല. സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു അനുഭവം എനിക്കില്ല. വീണ്ടും എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാനത് കുടിച്ചു. മൂന്നാമതും എന്നോട് കുടിക്കാൻ ഒഴിച്ച് എന്ന് ഞാൻ കുടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ കാണുന്നത് എന്റെ മുന്നിൽ മുഴുവനും പ്രകാശമാണ്, പ്രകാശപൂരിതമായ രംഗമാണ്. അതിനിടയിലാണ് എന്റെ ശരീരത്തിന്റെ ഭാഗത്ത് ഒരു ചെറിയ സ്പർശനം പോലെ ഒന്ന് തടവുന്ന രംഗം എനിക്ക് അനുഭവപ്പെട്ടു. എന്റെ ശരീരമാശകലം ഒരു സ്പർശനം പോലെ ഒരു തടവൽ കിട്ടിയപ്പോ പെട്ടെന്നതാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുത്തു. തങ്ങൾ പിറന്നത് എങ്ങനെയാണ്? സുജ്ജദൽ ലില്ലാഹ്, സാജിദൽ ലില്ലാഹ്. ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത് സുജൂദിലായിട്ടാണ്. സുജൂദിൽ നിന്ന് തലപൊക്കിയ ശേഷം അവിടുന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ കൈവിരലിലേക്ക് നോക്കുമ്പോ
മുസബ്ബിഹ വിരല് എന്തോ ചൊല്ലി എണ്ണം പിടിക്കും പോലെ ബാക്കി വിരലുകളൊക്കെ ചുരുട്ടി പിടിച്ച് മുസബ്ബിഹ വിരൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചത് ഞാൻ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെയാണ് എന്റെ പരിസരങ്ങളിലേക്ക് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയും അതുപോലെയുള്ള ബാക്കി സഹോദരിമാരൊക്കെ എന്റെ സവിധത്തിലേക്ക് കയറി വരുന്നത്. ഒരുപാട് അപരിചിത മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രകാശപൂരിതമായ രംഗം കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകൾ അവിടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായി. സഹോദരങ്ങളെ, ആ ഒരു സമയം അന്നത്തെ ഒരു സുബ്ഹി കഴിഞ്ഞ ശേഷം മദീനയില് അതാ ഒരു കുന്നിൻ മുകളിൽ ഒരു യഹൂദി കയറി നിന്നിട്ടുകൊണ്ട് മദീനക്കാരോട് വിളിച്ചു പറയുന്നു, ഓ മദീനയിലുള്ള ജൂത സമൂഹമേ, മക്കയിൽ ഒരു അത്ഭുതകരമായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഉറപ്പാണ് ആ കുട്ടിയായിരിക്കും അവസാനത്തെ നബിയായി വരുന്നത്. നിങ്ങളുടെ ഗോത്രത്തിലാണ് ഒരുപക്ഷെ നിങ്ങൾ അവസാനത്തെ നബിയെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. വിളംബരപ്പെടുത്തൽ നടത്തി. ലോകത്ത് സഹോദരങ്ങളെ, ചരിത്രത്തിൽ ആദ്യമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം നൽകി തങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് സ്വനമുകൾ മുഴുവനും കുഫറിന്റെ കോട്ടകൾ മുഴുവനും വിറച്ച് അത് മുഴുവനും നിലംപൊത്തിയ ഒരു രാവ്. സാധാരണ ഒരു ജന്മം എന്നതിനെ പറ്റി പറയാൻ എത്ര വിവരക്കുറവ് വേണം. മക്കത്ത് അന്നത്തെ മുശ്രിക്കുകൾ പോലും പറയില്ല. പിന്നല്ലേ അന്ന് ജീവിച്ച മുശ്രിക്കുകൾ പോലും പറയില്ല. പിന്നല്ലേ ഇസ്ലാമിന്റെ പേരും വെച്ചിട്ട് പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത്. അതിനെത്ര തൊലിക്കട്ടി വേണം നിങ്ങൾ നോക്ക്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇത് പറയാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ജന്മത്തിന് ഇന്നും മുസ്ലിം ലോകം കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശുക്ർ കൊണ്ട്. അതുകൊണ്ടല്ലേ തിങ്കളാഴ്ച നോമ്പ് നിയമമാക്കപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച ദിവസം ഏതാ? അതാണ് വെള്ളിയാഴ്ച. അന്ന് നോമ്പ് നോൽക്കലോ കറാഹത്ത്. വെള്ളിയാഴ്ച നോമ്പ് നോൽക്കൽ കറാഹത്തല്ലേ? കറാഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ തിങ്കളാഴ്ച എന്തിനാണ് നോമ്പ്? എന്താ തങ്ങൾ കാരണം പറഞ്ഞത്? ഞാനങ്ങ് നോറ്റിട്ട് നിങ്ങളാണ് നോറ്റാ മതിയെന്നോ? അല്ല, തങ്ങൾ അതിന് കാരണം പറഞ്ഞത് ഫീഹി വുലിത്തു. ഫീഹി വുലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്. എന്റെ ജന്മത്തിനുള്ള ശുക്റായിട്ടാണ് ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഒരു നോമ്പ് നിയമമാക്കിയത്. ഒരു ശുക്റായിട്ടാണ് നോമ്പ് നിയമമാക്കിയത്. ജൂതന്മാരെന്താ പറഞ്ഞിരുന്നത്? പണ്ടെന്നോ കാലത്ത് മൂസാ നബിനെ അല്ലാഹ് രക്ഷപ്പെടുത്തിനാണ് മുഹറം 10 നോമ്പ് ഞങ്ങൾ ശുക്റായിട്ട് നോൽക്കുന്നതല്ലേ. എന്നാ അത് ആണ്ടർദിയിൽ ഒരു നോമ്പല്ല. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയിൽ അള്ളാഹുവിനുള്ള ശുക്ർ. കാരണം അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്, അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൽകി എന്നതാണ്. തങ്ങളെ ഉദയം ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിനുള്ള ശുക്റായിട്ടാണ് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നിയമമാക്കപ്പെട്ടത്. ഒരു ചെറിയ നിഅമത്തല്ല. അതുകൊണ്ട് ശുക്റും ചെറുതാകാൻ പറ്റൂല, ശുക്റും വലുതാകണം. സാധാരണ ജന്മമല്ലല്ലോ. നിങ്ങൾ നോക്ക്, അന്നത്തെ പ്രഗൽഭന്മാര് പോലും അത്ഭുതപ്പെട്ടുപോയി. അന്ന് മക്കത്ത് ജീവിച്ച പ്രഗൽഭന്മാരാണ് വറഖത്ത് ബിൻ നൗഫൽ, അതുപോലെ തന്നെ ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ്, ഇങ്ങനെ തുടങ്ങി കുറെ പ്രമുഖന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ആഘോഷത്തിന് വേണ്ടി സ്ഥാപിച്ച വലിയ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വർഷാവർഷം ചില്ലറ ആഘോഷങ്ങൾ മക്കത്ത് നടക്കാറുണ്ട്. ആ ആഘോഷങ്ങൾക്കൊക്കെ പ്രത്യേക വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വലിയ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചെടുത്ത് ഇവരൊക്കെ തപസ്സിരിക്കാൻ വിഗ്രഹങ്ങൾ മുന്നിൽ. അപ്പൊ നട്ടപ്പാതിര നേരത്ത്, ഏകദേശം സുബ്ഹിയോടടുത്ത് അത്താഴത്തിന്റെ നേരത്ത് വിഗ്രഹങ്ങൾ ഓരോന്ന് ഇങ്ങനെ താഴോട്ട് വീഴാണ്. വറഖത്ത് ബിൻ നൗഫലും കൂട്ടരും പറഞ്ഞു, എന്താ ഇത് ഇങ്ങനെ സ്വമേധയാ അങ്ങനെ വീഴാണല്ലോ. ആ വീഴുന്ന വിഗ്രഹത്തോടാണ് അവർ സംസാരിച്ചത്.
الذي صف حوله صناديد من وفد بعيد ومن قربه تنكست مغلوبا فما ذاك كلنا فمن حزننا قد دارت العير بالسحب وإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب. ആഘോഷങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങളെ ചുറ്റുഭാഗത്തും ദൂരസ്ഥലത്തുനിന്നും അടുത്തുനിന്നും വന്ന വലിയ വലിയ നേതാക്കളൊക്കെയുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ തായോട്ട് മറിഞ്ഞു വീഴുന്നത്? ഞങ്ങൾ എന്തെങ്കിലും അബദ്ധം ചെയ്തതിനാലാണോ? എന്നാ ഞങ്ങൾ ഖേദിച്ച് മടങ്ങുകയാണ്. വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ തന്നെ മറുപടി പറഞ്ഞു. വിഗ്രഹം അതിന്റെ ഉള്ളിൽ നിന്ന് ശരിയായ ഭാഷയിൽ, ഉറച്ച ഭാഷയിൽ ഉറക്കെ പറഞ്ഞു, തറദ്ദാലി മൗലൂദിൻ അല്ലാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുഅബി. നിങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്തതിന് തായോട്ട് വീണതല്ല. എന്തിനാ തായോട്ട് വീണത് എന്നറിയോ? ഭൂലോകത്ത് മുഴുവനും പരന്നൊരു പ്രകാശമുണ്ട്. ലോകം മുഴുവനും പരക്കെ പരന്നൊരു പ്രകാശമുണ്ട്. ആ പ്രകാശരശ്മികൾ എന്റെ ഭാഗത്തേക്കും വന്നപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തായോട്ട് വീണുപോയതാണ്. ഖൗഫൻ മിനർ റുഅബി. പേടിന്റെ ഊക്കുകൊണ്ട് തായോട്ട് വീണുപോയതാണ്. പേടിച്ചുപോയി. ആ പ്രകാശരശ്മികൾക്ക് പിന്നിൽ കീഴ്പ്പെട്ടുപോയി എന്ന് വിഗ്രഹങ്ങളുടെ ഉള്ളിൽ നിന്ന് വലിയൊരു വിഗ്രഹം മറുപടിയായി പറഞ്ഞു എന്ന് ഇബ്നു ഹിശാമിനെ പോലെയുള്ള വലിയ വലിയ ചരിത്രകാരന്മാര് അവരുടെ സീറകളിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം. സഹോദരങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം അതൊരു സാധാരണ ജന്മമല്ല. ജീവിതവും സാധാരണ ജീവിതമല്ല. വഫാത്തും സാധാരണ വഫാത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് മറ്റുള്ളവരെ വഫാത്തിൽ നിന്ന് മാറ്റമുണ്ടോ? ഏറെ മാറ്റങ്ങളുണ്ട്. ഒക്കെ കൂടി വിശദീകരിക്കാൻ കഴിയില്ല. ഒന്ന് ഞാൻ പറയട്ടെ. വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചത് സമ്മതം ചോദിക്കാനല്ലയോ? നമ്മളോട് സമ്മതം ചോദിക്കുമോ? നമ്മളോട് അനുവാദം ചോദിക്കുമോ? ആ നേരത്ത് തങ്ങളൊരു ആശ പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ ആത്മാവിനെ പിടിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. അതിന്റെ മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എന്റെ ഗുരുവര്യരായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒന്ന് കാണണം. ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊന്ന് സംസാരിക്കണം. ആഗ്രഹം നടന്നോ? നടന്നു സഹോദരങ്ങളെ. നമ്മൾ അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോ ഒരാഗ്രഹം പറഞ്ഞാല് പിന്തിപ്പിച്ചേക്കുമോ? മാറ്റം വരുത്തുമോ? കുറച്ച് ദിവസത്തേക്ക് മാറ്റം തരുമോ? കുറച്ച് സമയങ്ങളിലേക്ക് മാറ്റം തരുമോ? ഇല്ലേ, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പൂവണിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് സംസാരിച്ചു. സംസാരിക്കേണ്ട വിഷയങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തങ്ങൾ പറഞ്ഞു. ഒരു സാധാരണ വഫാത്തല്ല. ആ വഫാത്തിന് പ്രത്യേകതകൾ ധാരാളമുണ്ട്. അപ്പൊ സാധാരണ രൂപത്തിൽ എന്ന് പറയാവതല്ല. സാധാരണ രൂപത്തിൽ ജീവിച്ചു എന്ന് പറയാവതല്ല. അങ്ങനെ പറയുന്നത് വിശ്വാസരാഹിത്യമാണ്. സാധാരണ പോലെ എന്ന് ഖുർആനിൽ പറഞ്ഞൊരു കൂട്ടരുണ്ട്. അംബിയായിനോട് തിരിച്ചു മറുപടിയായി പറഞ്ഞൊരു കൂട്ടരുണ്ട്. അത് അംബിയായിനെ വിശ്വസിക്കാത്ത ആളുകളാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ അനുയായികൾ പറഞ്ഞിട്ടുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ട്, ഇൻ അന്ത ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെ പോലത്തെ സാധാരണക്കാരല്ലേ, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാധാരണ രൂപത്തിലുള്ള വിശ്വാസം അവിശ്വാസികൾക്കുള്ള പ്രമേയമാണ്. മുഅ്മിനീങ്ങൾ
പെങ്ങളെ, അത്തരത്തിലൊരു ഭാഷയും ഒരു വിശ്വാസവും നമുക്ക് ഉണ്ടായിക്കൂടാ. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധി മഹബ്ബത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം വിശ്വാസത്തിൽ ഊട്ടിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നവരല്ലേ സ്വഹാബിമാര്. അവരെ വിശ്വാസത്തിന്റെ ഊക്കെത്ര വലുതാണ്. തങ്ങളോടവർ കാണിച്ച ആദരവ്, തങ്ങളോടവർ കാണിച്ച ബഹുമാനം ചെറിയ ബഹുമാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ കാണിച്ച ബഹുമാനം അതവരെ ഈമാനിന്റെ അടയാളമാണ്. വിശ്വസിച്ചാ മാത്രം പോരാ, വിശ്വസിച്ചാ മാത്രം ജയിക്കുമെന്ന് കരുതരുത്. ഖുർആനിൽ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷണങ്ങൾ ഇങ്ങനെ ഓരോന്നും എണ്ണി പഠിപ്പിച്ച് അവസാനം പറഞ്ഞു, ഫല്ലദീന ആമനൂ ബിഹി, ഈ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാ മാത്രം പോരാ, വഅസ്സറുഹു, നബി തങ്ങളെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചവർ, ബഹുമാനിച്ചാ മാത്രം പോരാ, വനസറുഹു, അവിടുത്തെ സഹായിക്കേണ്ടതുപോലെ സഹായിച്ചവർ, സഹായിച്ചാ മാത്രം പോരാ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ മുത്തുനബി തങ്ങൾ ലോകത്ത് പരത്തിയ നൂറ് വിശുദ്ധ ഖുർആനും അതിന്റെ വ്യാഖ്യാനങ്ങളും അത് പിൻപറ്റി ജീവിക്കുകയും ചെയ്തവർ, 4 സ്വഭാവങ്ങളും ഉള്ളവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയിച്ചവർ. ആ രൂപത്തിലുള്ള ഈമാൻ വേണം, ആ രൂപത്തിലുള്ള ബഹുമാനം വേണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര്, ആ പേര് മാത്രം എഴുതിക്കൂടല്ലോ. തങ്ങളെ പേര് മാത്രം എഴുതാൻ പറ്റുമോ സഹോദരങ്ങളെ? പറ്റില്ല. ആ പേരിന്റെ കൂടെ സ്വലാത്ത് മുഴുവനായും എഴുതണ്ടേ. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുരുക്കി എഴുതുന്നത് ബഹുമാനത്തിനെതിരാണ്, സ്വൽഅം എന്ന് എഴുതുന്നത് ബഹുമാനത്തിനെതിരാണ്, സ്വാദ് മാത്രം എഴുതുന്നതും ബഹുമാനത്തിനെതിരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പൂർണ്ണമായും എഴുതണം. തങ്ങളെ പേര് മാത്രം ഉച്ചരിച്ചുകൊണ്ട് പഴയ കാലത്ത് ചില ആളുകൾ ദിക്ർ ചൊല്ലിയിരുന്നു. അങ്ങനെ ഒരു ദിക്ർ എന്താണ് പഴയ കാലത്ത് പേച്ച ആൾക്കാർ അങ്ങനെ ദിക്റുണ്ടായി. എന്താ ദിക്റാണ്? മുഹമ്മദ് 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 മുഹമ്മദ്, അങ്ങനെ ദിക്ർ. പഴയ കാലത്ത് ആലിമീങ്ങൾ അത് എതിർത്തു. അങ്ങനെ ദിക്ർ എല്ലാം പറ്റൂല, ആ ദിക്റല്ലെന്ന പ്രസ്ഥാനം ശരിയല്ല എന്നുള്ളത്. തങ്ങളെ പേര് പറഞ്ഞുകൊണ്ടൊരു ദിക്റാണെങ്കിൽ കൂടെ എന്തും പറയണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പറയണം. ആ പേര് മാത്രം പറയാൻ പറ്റൂല, പേരിന്റെ കൂടെ പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രം എഴുതാൻ പറ്റൂല, അതിന്റെ കൂടെ എഴുതണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയൊരു ബഹുമാനമാണ്. ഒരു ചെറിയ ചേഞ്ച് പോലും വരുത്താൻ സ്വഹാബത്ത് സമ്മതിച്ചില്ലല്ലോ. കണ്ടില്ലേ നിങ്ങൾ? ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനം എഴുതാൻ വേണ്ടി സുഹൈൽ ബിൻ അംർ വന്നപ്പോ, ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് സുഹൈൽ ബിൻ അംർ വലിയ കാരണവരാണ്. സുഹൈൽ ബിൻ അംർ വന്നപ്പോ, പിൽക്കാലത്ത് അദ്ദേഹം സ്വഹാബിയായിട്ടുണ്ട്, അന്ന് സ്വഹാബിയായിട്ടില്ല. സുഹൈൽ ബിൻ അംർ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ വേണ്ടി വിളിച്ചു അലി റളിയല്ലാഹു അൻഹുവിനെ. അലിയാരോട് പറഞ്ഞു എഴുതൂ എന്ന് പറഞ്ഞു. തങ്ങൾ തുടക്കം പറഞ്ഞു കൊടുത്തു. എന്താ തുടക്കം എഴുതാനുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൈൽ ബിൻ അംർ പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റൂല, അങ്ങനെ എഴുതിയാൽ ഞങ്ങൾ സംഘം സമ്മതിക്കൂല. ബിസ്മിക അല്ലാഹുമ്മ എഴുതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ റഹ്മാനുർ റഹീം എന്താണ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ബിസ്മിക അല്ലാഹുമ്മ എഴുതണം. ബിസ്മിക അല്ലാഹുമ്മ എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരൈക്യത്തിന് വേണ്ടിയല്ലേ ബിസ്മിക അല്ലാഹുമ്മ എഴുതുന്നുണ്ട്, തകരാറൊന്നുമില്ലല്ലോ. ബിസ്മിക അല്ലാഹുമ്മ എഴുതാൻ പറഞ്ഞു. അടുത്ത വരി പറഞ്ഞു കൊടുക്കുന്നു, ഹാദാ മാ ഖാല അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുഹൈൽ ബിൻ അംറും തമ്മിൽ എടുക്കുന്ന രക്നിപ്പിന്റെ തീരുമാനം എന്നാണ് തുടക്കത്തിലെ വരി. ആ വരി മുഹമ്മദുർ റസൂലുള്ളാഹി എഴുതിയപ്പോ സുഹൈൽ ബിൻ അംർ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടി എഴുതിയിട്ട് അടിയിൽ ഒപ്പുവെക്കുന്ന ഒരു കടലാസല്ലേ ഇത്, റസൂലുള്ളാഹി എന്നതിൽ എഴുതിന്റെ അടിയിൽ ഞാൻ ഒപ്പുവെച്ചാൽ ഞാനത് സമ്മതിച്ചു എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് റസൂലുള്ളാഹി വെട്ടണം, റസൂലുള്ളാഹി വെട്ടണം, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി എഴുതണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ലാ അംഹൂക അബദാ, എന്നെ
കൊണ്ടത് മായ്ക്കാൻ പറ്റൂല നബിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മായ്ച്ചിട്ട് ബിസ്മിക്കല്ലാഹുമ്മ എഴുതിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ അംഹൂക അബദാ, റസൂലുള്ളാഹി എന്നത് മായ്ക്കാനോ എന്നെ കൊണ്ട് കഴിയൂല നബിയേ. ഞാൻ എങ്ങനെ മായ്ക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേപ്പർ വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ഭാഗം അങ്ങോട്ട് മായ്ച്ചിട്ട് പറഞ്ഞു, കടലാസിൽ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ഫഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. ഞാനൊരു കടലാസി നേതാവല്ല. ഇതിലെഴുതിയാലും ഞാൻ റസൂലാണ്, എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ റസൂലാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി എന്ന ഐക്യത്തിന് വേണ്ടി തങ്ങൾ എഴുതി കൊടുത്തു. ഇരിക്കട്ടെ, ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഒരു കാരണവർ ഖുറൈശികളെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. വലത്തെ ഭാഗത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ മസ്ഊദിന്റെ ചെറിയൊരു ബന്ധത്തിൽപ്പെട്ട ആളും കൂടിയാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ മസ്ഊദ് വരുന്നു എന്നറിഞ്ഞപ്പോൾ അറിയാത്തതിന് വേണ്ടി, അറിയാതിരിക്കാൻ വേണ്ടി തലയിൽ ഒരു പ്രത്യേക പടയെങ്കി പോലത്തൊരു സാധനം വെച്ചു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അപ്പുറത്തിരിക്കുന്നു. വലത്തെ ഭാഗത്ത് ഒരു കാവൽക്കാരനെ പോലെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും കാവൽക്കാരായിട്ട് കൂട്ടാറില്ല, സാധാരണ കാവൽക്കാരായിട്ട് ആരെയും നിർത്താറുമില്ല. പക്ഷേ തങ്ങളുടെ ബഹുമാനത്തിന് വേണ്ടി അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോ സംസാരത്തിന്റെ ഇടയിൽ ഉർവത്ത് ബിൻ മസ്ഊദിനൊരു സ്വഭാവം, സാധാരണ അറബികൾക്കൊരു സ്വഭാവമുണ്ട്, താടിക്ക് ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. താടിക്കൊന്നിങ്ങനെ പിടിക്കും, ഇപ്പോഴും ഉണ്ട് അങ്ങനെ സ്വഭാവം. അറബികൾ താടിക്കൊന്നിങ്ങനെ പിടിക്കും. അതൊന്ന് കീപ്പിട്ട് കിട്ടാനും ഒന്ന് മയപ്പെട്ട് കിട്ടാനുമാണ്. നമ്മളെ ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളെ ആൾക്കാരും ചിലപ്പോൾ അറബിയും കഫീലും കുറച്ച് ദേശത്തിലാണ് ഈ താടിക്കൊന്നിങ്ങനെ പിടിച്ചൊരു മുത്തം കൊടുക്കും. നാളൊന്ന് ഷോപ്പിംഗ് ആയല്ലോ എന്ന് കരുതിയിട്ട്, ഒരു മുലാത്തഫത്തിന് വേണ്ടി, ഒരു ലുത്തുഫിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു താടിക്ക് പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഉർവത്ത് ബിൻ മസ്ഊദ് താടിക്ക് പിടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ അപ്പുറത്ത് നിൽക്കുന്ന മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു വാളിന്റെ പരന്ന ഭാഗം, വെട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, പട്ട പോലത്തെ പരന്ന ഭാഗം, ആ ഭാഗം കൊണ്ട് കൈയിന് ഒറ്റ അടി കൊടുത്തു. എടുക്ക് കൈ എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ താടിക്ക് പിടിക്കാനോ നീ? അന്ത മുശ്രിക്കുൻ നജസുൻ, നീ താടിക്ക് പിടിക്കേ, താടി തൊടാൻ പാടില്ല, തൊട്ടേക്കരുത് എന്ന് പറഞ്ഞു. സ്വഹാബത്തിന്റെ ബഹുമാനാണ്. ആരാധനായി പോയോ? ആരാധനായിട്ട് മാറിയോ? സ്വഹാബത്ത് കാണിച്ചു തരുന്ന ബഹുമാനാണ്. തൊട്ടേക്കരുത് എന്ന് പറഞ്ഞു. കൈ പൊക്കുമ്പോഴേക്കൊക്കെ വാളിന്റെ പട്ട കൊണ്ടടിക്കുന്നു. കുറച്ചടിങ്ങനെ കിട്ടിയപ്പോ ഉർവത്ത് ബിൻ മസ്ഊദ് ചോദിച്ചു, ആരാണ് ഈ അടിക്കുന്ന ആള് എന്ന് ചോദിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആരുമല്ല, അത് നിങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്, മുഗീറത്ത് ബിൻ ശുഅബയാണ് എന്ന് പറഞ്ഞു. അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞിട്ടൊന്നുമില്ല. അത് സാധാരണ ശൈലിയിൽ തങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ സ്വഹാബത്ത് അത് സമ്മതിച്ചില്ല. സംസാരത്തിന് ഒരു ചെറിയ സൗണ്ട് ഒന്ന് കൂടിയാൽ അപ്പോൾ അവർ പറയും, സൗണ്ട് പതുക്കെയാക്കണം. എവിടെന്നാ സംസാരിക്കുന്ന ഓർമ്മ വേണം, പതുക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ പോകണം. സംസാരിക്കണോ നിനക്ക്? പതുക്കെ. ഇവിടെ ഉറക്കെ പറയാൻ പറ്റൂല. ഇതാരായിരിക്കുന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് കണ്ട ബഹുമാനാണ്. ഇത് അനുഭവിച്ച, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഉർവത്ത് ബിൻ മസ്ഊദ് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോ ഉർവത്ത് ബിൻ മസ്ഊദ് കണ്ട ചെറിയ ബഹുമാനമൊന്നല്ല, സ്വഹാബത്ത് കാണിക്കുന്ന ബഹുമാനം ഇങ്ങനെ കണ്ടിട്ട് തിരിച്ചു പോയിട്ട് ഖുറൈശികളോട് പറഞ്ഞു, ഖുറൈശികളെ, ഇത്തരത്തിൽ ഒരു അനുയായി വൃന്ദം, ഇത്തരത്തിൽ ഒരു സ്വഹാബത്തിന്റെ കൂട്ടം, ശിഷ്യന്മാര് തങ്ങളെ കൂടെ എത്ര കാലമുണ്ടോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ കിസ്റ രാജാവിന്റെ സമീപത്ത് ഞാൻ പോയിട്ടുണ്ട്, കൈസർ രാജാവിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, നജാശി രാജാവിന്റെ അടുത്തും ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു
മിസ്ലമായു അല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ രാജാവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാര് ബഹുമാനിക്കും പോലെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി ഇൻ തനഖമനു ഖാമതൻ മാ വഖഅത ഇല്ലാ ഫീ കഫി വാഹിദിൻ മിൻഹും. അവിടൊന്നൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ ഏതെങ്കിലും കൈകളിലാണത് പോയി വീഴുന്നത്, നിലത്ത് ഒരു പ്രാവശ്യം പോലും തങ്ങൾ തുപ്പുന്നത് വീഴുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീര് അതൊരു സാധാ ഉമിനീരല്ല. ഒരുപാട് മഹത്വങ്ങൾ ആ ഉമിനീര് കൊണ്ട് സ്വഹാബത്തിന് കിട്ടിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്, ഖത്താദ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് മഹാന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അവര് കൈനീട്ടി സ്വീകരിക്കുന്നു. പിന്നെയും ഉർവത്ത് ബിൻ മസ്ഊദ് പറയുന്നു, വൈദാ തകല്ലമു ഖഫളു അസ്വാതഹും. ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ശബ്ദം വളരെ പതുക്കെയാക്കി സംസാരിക്കുന്നു. വൈദാ തവല്ല ഖാദു യഖ്തതിലൂന അലാ വളുഇഹി. തങ്ങളൊന്ന് വുളു എടുത്താലോ വുളുവിന്റെ വെള്ളം കിട്ടാൻ വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടുന്നു. തീരുന്നില്ല ആ സദസ്സിൽ. വൈദാ അമറഹും ബിഅംനിൻ ഇബ്തദറു ഇലൈഹി. എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാല് കാത്തു നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അവരത് നിറവേറ്റുന്നു. എന്തൊരു ബഹുമാനമാണ്. കണ്ണുകൊണ്ടൊരു തുറിച്ചു നോട്ടം പോലും തങ്ങളിലേക്ക് അവര് നോക്കുന്നില്ല. ഇത് ഞാൻ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് കണ്ട ബഹുമാനമാണെന്ന് പിന്നീട് ഹിജ്റ 8-ാം വർഷത്തിന് ശേഷം വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ആളാണ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി. അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ 6-ാം വർഷത്തിലാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് കണ്ട ബഹുമാനമാണ്. സുബ്ഹാനല്ലാഹ്, ഈ ബഹുമാനം അവരെ ഈമാനിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. ആ തരത്തിലുള്ള ശരിയായ മഹബ്ബത്ത് നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്ന മനുഷ്യന് തങ്ങളെ മഹബ്ബത്ത് വെക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. സ്വഹാബത്ത് മഹബ്ബത്ത് വെച്ചതുപോലെ സ്വന്തം ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും സമ്പത്തിനെക്കാളും സന്താനങ്ങളെക്കാളും ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വെക്കണം. അതിനാണ് നമുക്ക് ഭാഗ്യമുണ്ടാകേണ്ടത്. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. സംഭാവനകളൊക്കെ അതിൽ നിക്ഷേപിക്കണമെന്ന് അറിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധി മഹബ്ബത്ത് വെക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ശരീരത്തെക്കാളും മഹബ്ബത്ത് വെക്കുന്നതിന്റെ ഭാഗം തങ്ങൾ എന്താണോ നമ്മുടെ ശരീരത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് അതാകണം നമുക്ക് ഇഷ്ടമാകേണ്ടത്. ആധുനിക യുഗത്തിലെ മോഡലുകളാകരുത് നമുക്ക് ഇഷ്ടമാകേണ്ടത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട മേഖലയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, വലിയൊരു മുസീബത്ത് കാണാം. സ്കൂളിലേക്കും കോളേജിലേക്കും മറ്റുമൊക്കെ പുറത്തിറങ്ങുന്ന സഹോദരങ്ങളുണ്ടോന്ന് എനിക്കറിയില്ല, ഒരു പ്രത്യേകം മേക്കപ്പ് സ്വീകരിക്കുന്നു. നഊദു ബില്ലാഹ്. ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് യോജിച്ചൊരു കാര്യമല്ല. എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് എന്നറിയുമോ? മേക്കപ്പിന്റെ അടിസ്ഥാനത്തിൽ ചെറുതൊന്നുമല്ല, സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചില ഭാഗത്തൊക്കെ കാണുന്നു സഹോദരിമാര് അവര് ധരിച്ചിരിക്കുന്ന പാന്റ് പോലത്തെ വസ്ത്രം അത് കുറച്ച് മേലോട്ട് ഇങ്ങനെ പൊക്കി ഉടുത്തിരിക്കുകയാണ്, തെരച്ചു വെച്ചിരിക്കുകയാണ്, കയറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാണിത് എന്നറിയുന്നില്ല. ശരീരത്തിന്റെ പ്രദർശനത്തിന് വേണ്ടിയാണോ എന്നറിയില്ല. ഏതായിരുന്നാലും അത് പച്ച ഹറാമാണ്. നമ്മൾ സ്വീകരിക്കേണ്ട ശൈലി അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ശൈലിയുണ്ട്. ചെറുപ്പക്കാരായ സഹോദരങ്ങളോ അവർക്കുണ്ട് നല്ല പാന്റ് വാങ്ങിയിട്ട് അതിന്റെ മുട്ടിന്റെ ഭാഗത്തോ കാലിന്റെ തൊടഭാഗത്തോ പാന്റ് അങ്ങ് കീറിക്കളഞ്ഞിട്ട് ഒരു വൃത്തമുണ്ടാക്കുക, പല ഭാഗത്തും ഓട്ടയുണ്ടാക്കുക. എന്തിനാണത്? കാറ്റ് കടക്കാനാ? എന്തിനാന്ന് മനസ്സിലാവില്ല. ഞാൻ ആളിങ്ങനെ ചിന്തിച്ചു നോക്കി, എന്തിനാത് മനസ്സിലായി? കാറ്റ് കടക്കാനാണെങ്കിൽ പിന്നെ അങ്ങനെയെന്ന് വെക്കാം. ഒന്ന് കീറിയിട്ട്
എന്തിനാന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് നിസ്കരിക്കാനും പറ്റൂല. മുട്ടിന്റെ ഭാഗത്ത് അങ്ങനെ മുട്ടിന്റെ ഭാഗത്ത് മേൽഭാഗത്തൊന്ന് കീറി ഒട്ടേക്കി അത്യാവശ്യം തിരക്കടില്ല എന്നറിയിക്കാറ്. എന്നാ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തല്ലേ ഒളിവാക്കേണ്ടത്. ഈ രൂപത്തിലാണെങ്കിൽ അതൊരു മോശപ്പെട്ട ശൈലിയാണ്. നമ്മളെ ശരീരത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ അതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടകരമാകുന്ന മാർഗങ്ങൾ ഏതാണോ ആ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്, അവലംബിക്കേണ്ടത്. അതിലാണ് നമ്മുടെ ശരീരം ഏറ്റവും അധികം ദാഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വന്യരായ ഉസ്താദ് അവരുടെ മർസിയത്തിൽ നിന്ന് എന്റെ മനസ്സിനെ ഏറ്റവും സ്വാധീനിച്ചൊരു വരിയുണ്ട്. എന്താണ് ആ വരി എന്നറിയുമോ? വെള്ളിയാഴ്ച പകല് സമയത്താണ് ഉസ്താദ് വഫാത്തായത് അല്ലെ, ദുഹാ സമയത്താണ് വഫാത്തായത്. അതിന്റെ തൊട്ട് തലേന്ന് വെള്ളിയാഴ്ച രാവിൽ മുഴുവനും മുസ്തഖിലം ബിൽ അദ്കാർ ദിക്റുമായിട്ട് ശുഗലായിരുന്നു. അത് വലിയൊരു തൗഫീഖാണ്. ചിലർക്ക് മരിക്കുമ്പോ ബോധമുണ്ടാകാറില്ല, എങ്ങനെയെന്ന് അറിവുണ്ടാകാറില്ല. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം ഔറാദുകളും ദിക്റുകളും സ്വലാത്തുകളും ഖുർആനത്തുമായി സംബന്ധിക്കാനുള്ള ഭാഗ്യമില്ലേ? അത് വലിയ ഭാഗ്യം തന്നെയാണ്. ആ വരി ഇങ്ങനെ വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിത്രമേതാണെന്നറിയോ? നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന രംഗം. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് മൗത്തിന്റെ ഘട്ടമായി തുടങ്ങി എന്ന് ശിഷ്യന്മാരൊക്കെ മനസ്സിലാക്കിയപ്പോ ചുറ്റും കൂടി നിൽക്കുന്ന ശിഷ്യന്മാര് സൂറത്ത് യാസീൻ ഓതി തുടങ്ങി. സുബ്ഹാനല്ലാഹ്, യാസീൻ സൂറത്ത് തീരുന്നതിനിടക്ക് ശാഫി ഇമാം തങ്ങൾ ഈ ലോകത്തോട് വിടവാങ്ങുന്നു. മരിക്കാൻ കിടക്കുന്ന ആളുടെ സമീപത്ത്, മരണം ആസന്നമായവരുടെ അടുത്ത് യാസീൻ സൂറത്തും റഅദ് സൂറത്തും മുതൽ സുന്നത്താണെന്ന് ലോകത്ത് മസ്അല എഴുതി പഠിപ്പിച്ച മഹാനല്ലേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു. തന്റെ ജീവിതം വിടവാങ്ങുമ്പോ യാസീൻ സൂറത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് അത് അനുഭവിച്ച് വിടവാങ്ങുന്നു. ഖുർആൻ ഓതിയിട്ട് സന്തോഷത്തോടെ വിടവാങ്ങിയ മഹാനുഭാവനല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വഫാത്തിനോടടുത്ത നേരത്ത് സൂറത്തുൽ ബഖറയായിരുന്നു മഹാനവർകൾ ഓതിയിരുന്നത് എന്ന് ഇബ്നു കസീർ അടക്കമുള്ളവർ രേഖപ്പെടുത്തിയില്ലേ? ശത്രുക്കളിൽപ്പെട്ട ഒരാള് വന്ന് ശരീരത്തിൽ വെട്ടിയപ്പോ ആ വെട്ടിൽ നിന്ന് ഒരു തുള്ളി രക്തം നേരെ ഉറ്റി വീണത് ശത്രുക്കൾക്ക് മറുപടി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ആയത്തിലാണെന്ന് പോലും മഹാന്മാര് രേഖപ്പെടുത്തിയില്ലേ? ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. ഉമ്മമാരെ, ഔറാദുകളും ദിക്റുകളും ജീവിതത്തിൽ പതിവാക്കണം. ഒരൊറ്റ സമയവും വെറുതെയാക്കരുത്. പന്യരായ ഉസ്താദിന്റെ സമയങ്ങൾ മുഴുവനും ഉപകരിച്ചതാണ്. ഞാൻ ഇവിടെ വന്നപ്പോ അവിടുത്തെ ഉസ്താദിന്റെ മക്കളിൽപ്പെട്ടൊരു മോന് ഉസ്താദിന്റെ അസ്റാറുകളും ഫവായിദുകളും എഴുതിയ ഒരു ചെറിയ കിതാബ്, വലിയ വിഷയങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ഉസ്താദിന്റെ ഹളറത്തിൽ അത് മുഴുവനും ഈനാസിനുള്ള സബബാക്കി കൊടുക്കട്ടെ. അമൂല്യമായ ഒരുപാട് മസ്അലകൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാരുടെ ഗ്രന്ഥരൂപത്തിൽ അത് പുറത്തിറക്കിയിട്ടുണ്ട്. അത് കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പഴയ കാലത്തെ ഉസ്താദുമാര് ഒരൊറ്റ മിനിറ്റ് സമയം കിട്ടിയാൽ അത് മുഴുവനും ചെലവഴിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, ഇൽമ് ശേഖരിക്കുന്നതിനാണ്, അത് കുറിച്ചു വെക്കുന്നതിനാണ്, അടുത്ത സമൂഹത്തിന് കൈമാറുന്നതിനാണ്. അതിനേക്കാളും വലിയ സംഭാവന ലോകത്ത് എന്തെങ്കിലുമുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ വിതരണം ഇൽമിന്റെ വിതരണമല്ലയോ? അതിനല്ലയോ അവര് സമയം കൂടുതൽ ചെലവഴിച്ച് അധ്വാനിച്ചത്? അല്ലാഹു തആല അവർക്ക് ദറജകൾ ഉത്തരോത്തരം വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദ് അവർകളെ ഏറ്റവും അധികം സ്നേഹിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങളെ വല്ലാതെ മദ്ഹ് ചെയ്ത് അവിടുത്തെ ഇഷ്കിലായി ജീവിക്കുമ്പോൾ സുന്നത്തുകളൊക്കെ
ഒക്കെ നിലനിർത്തി ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ഔറാദുകളൊക്കെ പതിവാക്കി വെള്ളിയാഴ്ച രാവിലും അതൊക്കെ പതിവായി കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം കിട്ടിയത് നമുക്കൊക്കെ മാതൃകയാകണം. ചൊല്ലുന്ന ഔറാദുകൾ കൃത്യമായി പതിവാക്കി ഒന്നും വിടാതെ കൊണ്ടു നടക്കണം. കഴിയുമോ എന്നും സബുൽ മുൻജിയാത്ത് ഓതണം. 200 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുണ്ട് എന്നല്ലേ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിലൂടെ പഠിപ്പിച്ചത്. സൂറത്തു തകാസുർ ഓതൽ സുന്നത്താണ്, സൂറത്തു സൽസല ഓതൽ സുന്നത്താണ്. അങ്ങനെ സുന്നത്തായി പഠിപ്പിച്ച സൂറത്തുകൾ മുഴുവനും പതിവാക്കണം. ഹദ്ദാദ് റാത്തീബും നമ്മൾ പതിവാക്കണം. സുബഹിക്ക് ശേഷം കഴിയുമോ നേരത്തെ എഴുന്നേറ്റ് സുബഹി നിസ്കാരം നിർവഹിച്ച് സുബ്ഹാനല്ലാഹിൽ അദീം ബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ഹദീസിൽ വന്നതല്ലേ. അതിന് മണിക്കൂർ കണക്കിന് സമയമൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹിൽ അദീം ബിഹംദിഹി ഒരു 100 പ്രാവശ്യം ചൊല്ലാൻ ചുരുങ്ങിയ മിനിറ്റുകൾ മതി. അങ്ങനെ പതിവാക്കി ദിക്റുകൾ പതിവാക്കി അവസാനം നമ്മുടെ നാവ് ദിക്റിലായി ലയിച്ച് കലിമ ചൊല്ലി പിരിയാനൊക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു അതിന് അവസരം നൽകട്ടെ. വന്യരായ ഉസ്താദ് അവർകൾ കാണിച്ചു തന്ന വഴിയിൽ ശരിയായ നിലക്ക് ജീവിച്ച് അവിടുന്ന് ദീനിന് ഖിദ്മത്തെടുത്തതുപോലെ ഖിദ്മത്തെടുക്കാനും ആ മാർഗം സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.